ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കൂട്ടുകാരിൽ പലരും +2 കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള തങ്ങളുടെ പഠന വഴി അത് ഏതു രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിലരെങ്കിലും കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ ഇതാണ് തൻ്റെ മേഖല എന്ന് ധൈര്യത്തിലിരിക്കുന്ന ആളുകൾക്കും ചില അവ്യക്തതകൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നിങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. +2 സയൻസിന് ശേഷം നിങ്ങൾക്ക് എത്തിപ്പെടാനാകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു ഓട്ടപ്രദക്ഷിണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ പ്രോസസ്സിലോട്ട് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, നമ്മൾ +2 കഴിഞ്ഞു. +2 സയൻസ് സ്ട്രീം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മുടെ മുമ്പിലെ ഇനിയുള്ള വഴി? KSTA മലപ്പുറം ജില്ലാ അക്കാഡമിക് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കുട്ടികൾക്ക് വഴികാട്ടിയായിട്ടുള്ള ഈ പ്രോഗ്രാമിലോട്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഹാർദവപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് +2 സയൻസിന് ശേഷമുള്ള കരിയർ മേഖലകൾ ഏതൊക്കെയാ എന്നൊന്ന് പരിചയപ്പെട്ടേക്കാം. അതിൽ +2 സയൻസിന് ശേഷം ഡോക്ടർ ആവാം, അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം, സിവിൽ സർവീസ് സെക്ടറിലോട്ട് പോകാം, സയൻറ്റിസ്റ്റ് ആകാം, പ്രതിരോധ മേഖലയിൽ ഡിഫൻസിലോട്ട് പോകാം, വെറ്റിനറി ഡോക്ടർ ആകാം, ദന്ത ഡോക്ടർ, പല്ല് ഡോക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഡെന്റിസ്റ്റ് ആവാം, ടീച്ചർ ആകാം, എഞ്ചിനീയർ ആകാം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം, മറൈൻ എഞ്ചിനീയർ ആകാം, നേവൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന രീതിയിലോട്ട് പോകാം, എയറോസ്പേസ് എഞ്ചിനീയർ ആവാം, പെട്രോളിയം എഞ്ചിനീയർ ആവാം, ഡിസൈനിങ് മേഖലയിലോട്ട് പോകാം, ഫുഡ് ടെക്നോളജിസ്റ്റ് ആകാം, ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലോട്ട് പോകാം, ആയുഷ് കോഴ്സ് പഠിക്കാം. ആയുഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയുർവേദം, അതുപോലെ തന്നെ യുനാനി, ഇങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആയുഷ് കോഴ്സുകൾ. അതുപോലെ അഗ്രികൾച്ചർ മേഖലയിൽ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് ജോലി സാധ്യതകൾ നമ്മെ കാത്തിരിക്കുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കാം, സോഷ്യൽ സയൻസ് പഠിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സയൻസ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമാനിറ്റീസുകാർ പോകുന്ന സോഷ്യൽ സയൻസിലോട്ട് തിരിഞ്ഞു പോകാം, കുഴപ്പമില്ല. പക്ഷെ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ആവുക എന്നുള്ളത് അസാധ്യമാണ്. അതുപോലെ സൈക്കോളജി പഠിക്കാം, പത്രപ്രവർത്തനം, ജേർണലിസ്റ്റ് ആകാം, സിനിമ പഠിക്കാം, മാനേജ്മെന്റ് രംഗത്തോട്ട് പോകാം, അതുപോലെ ലാംഗ്വേജ് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സയൻസ് പഠിച്ച ഞാൻ ലാംഗ്വേജ് പഠിക്കുകയോ? നമുക്കറിയാം, സ്പാനിഷ് എന്ന് പറയുന്ന ഒരു ഭാഷയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്പാനിഷ് BA സ്പാനിഷ് കഴിഞ്ഞൊരു ആൾക്ക് 4 വർഷത്തെ പഠനത്തിന് ശേഷം വെറും ഡിഗ്രി കൈവശമുള്ള അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാസ ശമ്പളം പറ്റാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാം, മെക്കട്രോണിക്സ് പഠിക്കാം, ചാർട്ടേഡ് കോഴ്സുകൾ പഠിക്കാം, CA, CMA, ICCA അല്ലേ? എന്നും ചാർട്ടേഡ് കോഴ്സിന് വലിയധികം ചാൻസ് ഉള്ള ഒരു രംഗമാണ് നമുക്ക് മുമ്പിലുള്ളത്. നമുക്ക് വളരെ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിങ് കോഴ്സുകളായ ചാർട്ടേഡ് കോഴ്സുകൾ. അതുപോലെ ലോജിസ്റ്റിക്സ് പഠിക്കാം. അതുപോലെ നിങ്ങളേവരും താല്പര്യത്തോടെ കേൾക്കാറുള്ള ഒരു കോഴ്സാണ് ഫോറൻസിക് സയൻസ്. അപ്പോൾ എന്താണ് ഫോറൻസിക് സയൻസ്, അതിന് എന്തുമാത്രം സാധ്യതകളുണ്ട് എന്ന് ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് പരിശോധിക്കാം. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ അതിനെന്താ ഇത്ര പ്രാധാന്യം, എന്താണ് ഇത്ര ഗൗരവം, അല്ലെങ്കിൽ എന്താണ് ആ പഠനം കഴിഞ്ഞാലുള്ള മേഖലകൾ, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ജഡ്ജ് ആൻഡ് ലോയർ അല്ലേ എന്ന് പറയുന്ന മേഖലയിലോട്ട് തിരിഞ്ഞു പോകാം. അതുപോലെ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കാം.
അതുപോലെ കുളിനറി ആർട്സ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹോട്ടലുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലും അതുപോലെ കപ്പലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമെല്ലാം ഷെഫാവാൻ വേണ്ടിയിട്ട് പഠിക്കാം. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം. അതുപോലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം. അങ്ങനെ നിരവധി മേഖലകൾ +2 സയൻസ് കഴിഞ്ഞൊരു കുട്ടിയെ കാത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +2 സയൻസ് കഴിഞ്ഞാൽ ചേക്കേറാകുന്ന 5.5 ലക്ഷം ജോബ് ടൈറ്റിൽസ് ഉണ്ട് എന്നുള്ളതാണ് കരിയർ വിദഗ്ധരുടെ ഒരു അഭിപ്രായം. വളരെ കുറഞ്ഞ എണ്ണം നമുക്ക് കേട്ടും നമ്മുടെ നാട്ടിൽ എത്തിപ്പെടാനാകുന്ന മേഖലകളിലൂടെ മാത്രം ഒന്ന് കറങ്ങിത്തിരിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡോക്ടർ എങ്ങനെയാണ് ഡോക്ടർ ആവുക. പലർക്കും അറിയാമായിരിക്കാം ഈ പറയുന്ന കോഴ്സ് ഡോക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേക്കേറാവുന്ന കോഴ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാവാം. ആ വിഷയങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടറാവാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം MBBS കോഴ്സാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഡോക്ടർ തന്നെ പല രീതിയിലുള്ള ഡോക്ടറുണ്ട്. അലോപ്പതി ഡോക്ടറാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുണ്ടാവേണ്ട യോഗ്യതയാണ് MBBS ബിരുദം എന്ന് പറയുന്നത്. ഡോക്ടർ അരവിന്ദ് സിംഗ് ജോസോയിനെ പോലെ ഒരുപാട് റോൾ മോഡലാക്കാൻ കഴിയുന്ന നിരവധി ഡോക്ടർമാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിവേ ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടറാവാൻ വേണ്ടിയിട്ട് അലോപ്പതി ഡോക്ടറാവാൻ വേണ്ടിയിട്ട് ഒരു ആള് നേടേണ്ടുന്ന ബിരുദമാണ് MBBS. MBBS പഠനത്തിന് വേണ്ടിയിട്ട് പല നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന MBBS പഠനം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു കൂട്ടം സ്ഥാപനങ്ങളാണ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഏകദേശം 15-ൽ പരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഇന്ത്യയിലെ 29ഓളം വരുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ എയിംസ് ഇല്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന MBBS പഠന കേന്ദ്രങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ MBBS പഠനത്തിന് ലഭ്യമാകുന്ന മികവുറ്റ പഠന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതിനു പുറമെ മറ്റൊരു സ്ഥാപനമാണ്, അറിയേണ്ട ഒരു സ്ഥാപനമാണ് AFMC പൂനെ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ വലിയ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഇന്ത്യൻ പ്രതിരോധം, ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈകളിലാണെന്ന് പറയാം. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ഡോക്ടർമാരെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ സൈന്യം നേരിട്ട് നടത്തുന്ന മെഡിക്കൽ കോളേജാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ മികവാർന്ന പഠന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, MBBS പഠനത്തിനുള്ള മികവാർന്ന പഠന കേന്ദ്രങ്ങൾ. അതിനു പുറമെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം നിരവധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തുണ്ട്, അതുപോലെ ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജെങ്കിലും എന്ന രീതിയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എയിംസിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജിപ്മറിലാവട്ടെ, അല്ലെങ്കിൽ AFMCയിലാവട്ടെ, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാവട്ടെ, അതല്ല എങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെൽഫ് ഫൈനാൻസിങ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇവിടെയെല്ലാം MBBS പഠനത്തിന് അവസരമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ MBBS പഠിക്കണമെങ്കിൽ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുണ്ട്. അതിൻ്റെ പേരാണ് നീറ്റ് പരീക്ഷ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നീറ്റിന് ഈ വർഷത്തെ അഡ്മിഷൻ കോൾ ഫോർ ചെയ്തിട്ടില്ല. ഈ അഡ്മിഷന് ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം അനുസരിച്ചുകൊണ്ട് ഓഗസ്റ്റിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന നീറ്റ് പരീക്ഷ ഏകദേശം സെപ്റ്റംബറിലോട്ട് മാറുമെന്നുള്ളൊരു വാർത്തയാണ് അവസാനം വന്നിരിക്കുന്നത്. സ്ഥിരീകരണമില്ല. അങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ഈ പറയുന്ന ഏത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും എഴുതേണ്ട, നിങ്ങൾക്ക് MBBS ഏത് മെഡിക്കൽ കോളേജിൽ, ഇന്ത്യയിലെ ഏത് മെഡിക്കൽ കോളേജിലെ MBBS പഠനത്തിന് അർഹത വേണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് നീറ്റ് എൻട്രൻസ് പരീക്ഷ. അപ്പോൾ അഡ്മിഷൻ ടു MBBS ഈസ് ത്രൂ നീറ്റ് എൻട്രൻസ് എക്സാം. നീറ്റ് പരീക്ഷയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ നീറ്റ് പരീക്ഷയിൽ 180 ചോദ്യങ്ങളുണ്ട്.
180 ചോദ്യം എന്ന് പറയുമ്പോൾ 45 ചോദ്യങ്ങൾ ഫിസിക്സിൽ, 45 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും, 45 ചോദ്യങ്ങൾ ബോട്ടണിയിൽ നിന്നും, 45 ചോദ്യങ്ങൾ സുവോളജിയിൽ നിന്നും, അങ്ങനെ 180 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീറ്റ് പരീക്ഷയിലെ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് ഉണ്ടാവും, തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 180 ചോദ്യങ്ങളുണ്ട് നീറ്റ് പരീക്ഷയിൽ. അങ്ങനെ 720 മാർക്കാണ് നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി മാർക്ക്. 2020 നീറ്റ് പരീക്ഷ പ്രകാരം 720-ൽ 610 മാർക്കെങ്കിലും വാങ്ങിയ ഒരാൾക്ക് മാത്രമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBSന് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നീറ്റ് പരീക്ഷയിലെ സ്കോർ വെച്ചുകൊണ്ട് MBBSന് പുറമെ BDS, BVSC, ആയുഷ് കോഴ്സുകൾ, അഗ്രികൾച്ചറൽ കോഴ്സുകൾ, ഫിഷറീസ് കോഴ്സുകൾക്കെല്ലാം യോഗ്യത അല്ലെങ്കിൽ ആ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലോട്ടെല്ലാം, അഗ്രികൾച്ചറൽ കോഴ്സ് നടക്കുന്ന സ്ഥാപനങ്ങളാവട്ടെ, ഫിഷറീസിൻ്റെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ആവട്ടെ, ആയുഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ ആവട്ടെ, വെറ്റിനറി സയൻസുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ആവട്ടെ, BDSുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ആവട്ടെ, MBBSുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ആവട്ടെ, ഇതെല്ലാം നടക്കുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ നീറ്റ് പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ബയോളജിയിലെയും കെമിസ്ട്രിയിലെയും ചോദ്യങ്ങൾ താരതമ്യേന എളുപ്പമാകുമ്പോൾ അല്പം നിങ്ങളെ കുഴക്കാറുള്ളത് ഫിസിക്സിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തിന് കൂടുതൽ ഗൗരവം കൊടുക്കുന്നത് നീറ്റിൽ നല്ല സ്കോർ വാങ്ങുന്നതിന് നിങ്ങൾക്ക് സഹായകരമാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പാരാമെഡിക്കൽ കോഴ്സ്. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബയോളജിയിൽ വലിയ താല്പര്യം ഉണ്ടാവും, പക്ഷേ നീറ്റ് പരീക്ഷ എഴുതിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് അത്തരം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവില്ല. പലരും, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും +2 കഴിഞ്ഞ് 1-2 വർഷം റിപ്പീറ്റ് ചെയ്താലേ നമുക്ക് MBBS അഡ്മിഷനൊക്കെ സാധ്യമാവുള്ളൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 1 വർഷം ലൈഫിൽ കളയാൻ അവർക്ക് അത്രയും റിസ്ക് എടുക്കാൻ അവർക്ക് മനസ്സുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കുറവുണ്ടാവും. അതേസമയം ബയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാവും അത്തരക്കാർ. അപ്പോൾ അത്തരം ആളുകൾ വർഷങ്ങളായി ചേക്കേറുന്ന ഒരു മേഖലയാണ് പാരാമെഡിക്കൽ കോഴ്സ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ, പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ തികച്ചും ജോബ് ഓറിയൻറ്റഡ് ആയ ഒരു കോഴ്സാണ്. ഇപ്പോൾ ട്രോമ കെയർ പോലെയുള്ള അല്ലെങ്കിൽ BPT, ഫിസിയോതെറാപ്പി പോലെയുള്ള മേഖലകളിൽ ഈ അതാത് രംഗത്തെ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവർക്ക് വളരെയധികം അവർ ചെയ്യുന്ന ജോലിയിൽ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാരാമെഡിക്കൽ കോഴ്സ് പഠനം സഹായകരമാകുന്നു എന്നുള്ളതാണ് വസ്തുത. പാരാമെഡിക്കൽ കോഴ്സ് തന്നെ 2 രീതിയിലുണ്ട്. 2 വർഷം നീളുന്ന ഡിപ്ലോമ കോഴ്സും ഈ രംഗത്തുണ്ട്. 4 വർഷം നീളുന്ന ബിരുദ പഠനങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സും ഈ രംഗത്തുണ്ട്. കുറച്ചുകൂടി നല്ലത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിൽ ചിലതിൻ്റെ പേരുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. BSc നഴ്സിംഗ്, നേഴ്സാവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കോഴ്സാണ് BSc നഴ്സിംഗ്. 4 വർഷത്തെ കോഴ്സാണ് BSc നഴ്സിംഗ്. അത് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിപ്ലോമ കോഴ്സും അതേപോലെ തന്നെ ഡിഗ്രി കോഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ഡിപ്ലോമ കോഴ്സുകൾ ഏതാണെങ്കിലും 2 വർഷമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അതേസമയം നഴ്സിംഗ് കോഴ്സാണെങ്കിൽ ഡിപ്ലോമ കോഴ്സാണ് എങ്കിൽ 2 വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ BSc നഴ്സിംഗ്, B എന്നാൽ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഡിഗ്രിയാണ്. B കൊണ്ട് തുടങ്ങുന്ന എല്ലാ കോഴ്സുകളും ഡിഗ്രി പഠനമാണ്. അപ്പോൾ BSc നഴ്സിംഗിൻ്റെ അതൊരു ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് 4 വർഷമാണ് കാലാവധി. BSc MLT നിങ്ങൾക്കറിയാം, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന രീതിയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പിന്നെ കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. അതുപോലെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗത്ത് പിന്നെ നിങ്ങൾക്ക് കണ്ണ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലഭ്യമാകുന്ന ജോലി ചെയ്യണമെങ്കിൽ ഉണ്ടാവേണ്ട കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. അതുപോലെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, ശ്വസന സംബന്ധമായിട്ടുള്ള തകരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പിന്നെ ഡിവൈസുകൾ അല്ലെങ്കിൽ മെഷീനുകൾ പിന്നെ പ്രവർത്തിപ്പിക്കുന്ന ടെക്നോളജിസ്റ്റാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്. അതുപോലെ ഫിസിയോതെറാപ്പി, നിങ്ങൾക്കറിയാം വാഹനാപകടങ്ങളിൽപ്പെട്ട് പിന്നെ കൈകാലുകളിലൊക്കെ ഡാമേജ് വരികയും
പിന്നീട് പിന്നെ ചികിത്സയ്ക്ക് ശേഷം ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം നിങ്ങൾ പലപ്പോഴും പല രോഗികളും ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. BSc അവർ ചെയ്യേണ്ട ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT. അതുപോലെ ചില കുട്ടികൾ 4 or 5 വയസ്സായാലും അവരുടെ സംസാരത്തിന് എന്തുണ്ടായിരിക്കും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് സ്റ്റാമറിങ് അല്ലെങ്കിൽ അഥവാ വിക്ക് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. അതുപോലെ വൈകി സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം രംഗങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കോഴ്സാണ് BASLP. അതുപോലെ കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ തകരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ ചെയ്യുമ്പോൾ ആ ഡോക്ടറെ സഹായിക്കേണ്ട ടെക്നോളജിസ്റ്റാണ് BCVT കഴിഞ്ഞ ആളുകളാണ് ആ രംഗത്ത് ജോലി ചെയ്യുക. അവർ ഡോക്ടറല്ല, ഡോക്ടറെ സഹായിക്കുന്ന ടെക്നോളജിസ്റ്റുകളാണ് അവർ. അതുപോലെ BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന BMRT എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ ജോലി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ആളാണ്. അത്തരം ഒരു രംഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാവേണ്ട കോഴ്സാണ് BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി. അതുപോലെ ഡയാലിസിസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. വൃക്ക രോഗികളിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ ഡയാലിസിസ്. അത്തരം ടെക്നിക്കുകളിൽ അല്ലെങ്കിൽ അത്തരം പ്രോസസ്സുകളിൽ പിന്നെ ആ ജോലി ലഭ്യമാകുന്ന ഒരു കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി. ഇങ്ങനെ നിരവധി ഇതിൽ നമ്മൾ പറയാത്ത ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്. പിന്നെ ട്രോമ കെയർ അതുപോലെ തന്നെയുള്ള മറ്റു അനവധി കോഴ്സുകൾ ഈ രംഗത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിതിലെ ഈ പറയുന്ന നിരവധി കോഴ്സുകൾ നമ്മൾ പറഞ്ഞെങ്കിലും ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ഈ രംഗത്ത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടുക പ്രൈവറ്റ് ഫേമുകളിലാണ്. ഈ കോഴ്സുകളിൽ BSc നഴ്സിംഗ് അതുപോലെ തന്നെ BSc MLT ഈ രണ്ട് കോഴ്സുകളും കഴിഞ്ഞവർക്കാണ് കുറെയെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ജോലി സാധ്യതയുള്ളത്. ബാക്കിയുള്ള കോഴ്സുകളിലൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. കൂടുതലും പ്രൈവറ്റ് മേഖലയിലാണ് ജോലി കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് സാലറിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന്റെ പേരിന്റെ അട്രാക്ഷൻ കണ്ട് പലപ്പോഴും കുട്ടികൾ ഇതിൽ പിന്നെ ഇത് വലിയ സാലറി കിട്ടുന്ന ഒരു ജോബിലോട്ട് നമ്മളെ ലീഡ് ചെയ്യും എന്ന രീതിയിൽ പിന്നെ തെറ്റിദ്ധരിച്ചു പോവാറുണ്ട്. അപ്പോൾ അത്തരം ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഒരു 25,000 ആ ഒരു രീതിയിലുള്ള സാലറിയാണ് നമുക്ക് ഈ രംഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതുപോലെ ഈ രംഗത്ത് 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. DPharm അതുപോലെ DMLT DRT എന്നൊക്കെ പറഞ്ഞ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. അത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. അതിന് ഡിഗ്രി ഇല്ല, ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും കുട്ടികൾ അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ താരതമ്യേന ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് HI അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കൊറോണ സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കൊക്കെ വളരെയധികം റോളും വളരെയധികം സജീവമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരം ആ പോസ്റ്റിനെ കുറിച്ച് ആ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ DCVT അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഈ കോഴ്സുകളൊക്കെ ഡിപ്ലോമ കോഴ്സുകൾ. D കൊണ്ട് തുടങ്ങുന്നൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ്. അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ 2 വർഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ പിന്നെ DPharm എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. ഇതിന്റെ ബാച്ചിലർ ഡിഗ്രിയാണ് BPharm. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. BPharm അതുപോലെ തന്നെ BPharm നമ്മൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. BPharm BSc നഴ്സിംഗ് BSc MLT ഈ 3 കോഴ്സുകൾക്കുമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറെയെങ്കിലും ഗവൺമെന്റ് മേഖലയിൽ ചാൻസ് ഉള്ളൂ. അപ്പോൾ മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ പ്രൈവറ്റ് മേഖലയിലാണ് ചാൻസ് ഉള്ളത്. അതുപോലെ ഫാർമസി കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാച്ചിലർ ഇൻ ഫാർമസി എന്ന് പറയുന്ന BPharm കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. BPharm കോഴ്സ് 4 വർഷത്തെ കോഴ്സാണ്. BPharmന് അഡ്മിഷൻ കിട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. BPharmന് അഡ്മിഷൻ കിട്ടുന്നത് കേരളത്തിലെ ഫാർമസി കോളേജുകളിൽ BPharmന് അഡ്മിഷൻ കിട്ടുന്നത് ഒരു എൻട്രൻസ് പരീക്ഷ വഴിയാണ്. ആ എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് കീം പരീക്ഷ എന്ന് പറയുന്നത്. കീമിന് 2 പേപ്പറുകളുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെട്ട ആദ്യത്തെ പേപ്പറും മാത്സ് ഉൾപ്പെട്ട 2ാമത്തെ പേപ്പറും. അതിൽ കീമിന്റെ 1ാമത്തെ പേപ്പറും 2ാമത്തെ പേപ്പറും കൂടി പരിഗണിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ BPharmന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കീം പരീക്ഷയിലെ 1ാമത്തെ പേപ്പറായ ഫിസിക്സിലെയും കെമിസ്ട്രിയും ഉൾപ്പെട്ടിട്ടുള്ള 1ാമത്തെ പേപ്പറിന്റെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് BPharm ബാച്ചിലർ ഓഫ് ഫാർമസിക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇതുപോലെ ആയുർവേദിക് ഫാർമസി ഉണ്ട്.
ആയുർവേദിക് ഫാർമസിയിലെ ബി.ഫാം ആയുർവേദ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബി.ഫാം ആയുർവേദ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഈ രംഗത്ത് ആയുർവേദ രംഗത്തുള്ള ബി.ഫാം കോഴ്സ് ഉണ്ട്. കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ഈ കോഴ്സ് ഉള്ളത്. അതേസമയം തന്നെ കണ്ണൂർ, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം തുടങ്ങിയ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദിക് നഴ്സ് എന്ന കോഴ്സ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദിക് നഴ്സ് എന്ന് പറയുന്ന ഈ കോഴ്സിന് അഡ്മിഷൻ നടക്കുന്നത് SSLC മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതേസമയം ബി.ഫാം ആയുർവേദ എന്ന് പറയുന്ന കോഴ്സിന്റെ അഡ്മിഷൻ പിന്നെ +2 അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ്, അതായത് SSLC മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ രണ്ട് രീതിയിലുള്ള ആയുർവേദിക് പിന്നെ കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അതിലൊന്നാണ് ബി.ഫാം ആയുർവേദ. അത് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ആയുർവേദ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. അതേസമയം SSLC പരീക്ഷയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ആയുർവേദ രംഗത്തുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദിക് നഴ്സ്. ഇത് കണ്ണൂർ, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ ഈ കോഴ്സ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഹോമിയോപ്പതിക് ഫാർമസി, CCP എന്ന് പറയുന്ന ഒരു കോഴ്സ്. CCP എന്നാണ് ആ കോഴ്സിന്റെ പേര്. ഇവിടെയും SSLC പരീക്ഷയെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോഴ്സിന്റെ പിന്നെ ഡ്യൂറേഷൻ ഏകദേശം 1 വർഷമാണ്. ഇതിലെ നമ്മൾ സാധാരണ രീതിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള 2 ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് ഈ കോഴ്സ് ഉള്ളത്. ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത, എല്ലാ വർഷവും ഈ കോഴ്സിന് വിളിക്കാറില്ല. കോഴ്സ് ഉള്ള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് കോഴിക്കോട്ടെയും ട്രിവാൻഡ്രത്തെയും ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകളാണ്. അതിനു പുറമെ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലും ഈ ഹോമിയോ ഫാർമസിയുടെ കോഴ്സ് നടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഹോമിയോ ഫാർമസി കോഴ്സ് വിളിക്കാറില്ല. അങ്ങനെ വിളിച്ചാൽ തന്നെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ എണ്ണം ഒരു വർഷത്തിൽ 100 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ എണ്ണം താരതമ്യേന കുറവായതുകൊണ്ട് ഇതിന് താരതമ്യേന ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് നമ്മൾ പറഞ്ഞു SSLCയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പേ സ്കെയിൽ, സാലറി സ്കെയിലൊന്നും അല്ല. ഇപ്പൊ ചെറിയൊരു കോഴ്സ് മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോലി സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു കോഴ്സാണ് ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ആർമി നഴ്സിംഗ് കോഴ്സ്, MNS, മിലിറ്ററി നഴ്സിംഗ്. അതിപ്പോൾ ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. BSc നഴ്സിംഗ് കോഴ്സ് 4 വർഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ഡോക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ആവശ്യമുള്ള നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഡിഫൻസ്, ഇന്ത്യൻ പ്രതിരോധം, ഇന്ത്യൻ സൈന്യം നടത്തുന്ന നഴ്സിംഗ് കോളേജുകളുണ്ട്. മിലിറ്ററി നഴ്സിംഗ് കോളേജുകൾ എന്ന് നമ്മൾ പറയും. ആ മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിൽ ഇന്ത്യയിൽ പിന്നെ 5 സെന്ററുകളിലായിട്ട് 5 സ്ഥലത്ത് ഈ മിലിറ്ററി നഴ്സിംഗിനുള്ള പഠന സൗകര്യമുണ്ട്. സൗത്ത് ഇന്ത്യയിൽ മിലിറ്ററി നഴ്സിംഗ് കോഴ്സ് ഉള്ള ഏക സ്ഥലം ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിൽ മൊത്തം 220 സീറ്റുകളാണ് ഈ രംഗത്തുള്ളത്. ഈ രംഗത്ത് ഉള്ള സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനം ബാംഗ്ലൂരിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ ഉൾപ്പെടെ +2 റെഗുലറായി പഠിച്ച അവിവാഹിതരായ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ കോഴ്സിന് പ്രവേശനം ഉണ്ടാവുക. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ട പ്രവേശന പരീക്ഷയിലൂടെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. 4 വർഷത്തെ BSc നഴ്സിംഗ് ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് രംഗത്തുള്ളത്. നേരത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഈ മേഖലയിൽ പ്രവേശനം നേടുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമാണ്. ഒപ്പം തന്നെ പ്രതിമാസം സ്റ്റൈപ്പൻഡുമുണ്ട്. നമ്മൾ ഇവിടെ പിന്നെ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ മിലിറ്ററി നഴ്സ് എന്ന തസ്തികയിൽ ഈ പറയുന്ന നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ജോലിയും ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു കോഴ്സിന്റെ ആകർഷണീയതയാണ്. ഇപ്പൊ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, നഴ്സിംഗിനെ തൻ്റെ നഴ്സിംഗ് ആണ് തൻ്റെ ഭാവി കരിയർ എന്ന് ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിലിറ്ററി നഴ്സിംഗ് സർവീസിലോട്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്.
അപ്പോൾ ഈ പറയുന്ന മിലിറ്ററി നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ് അവര് ഇന്ത്യൻ സൈന്യത്തിൽ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ വലിയ ആർമിയിലെ വലിയ റാങ്കിലേക്ക്, ക്യാപ്റ്റൻ പോലെയുള്ള വലിയ റാങ്കിലേക്ക് നേരിട്ട് നിയമനം നേടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവസരം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അവസരമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എഴുത്തു പരീക്ഷയ്ക്ക് പുറമെ ശാരീരിക ക്ഷമത അളക്കുന്ന ഇന്റർവ്യൂവും ഇതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വെറും റിട്ടൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല MNS കോഴ്സിനുള്ള അഡ്മിഷൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റിന് പുറമെ വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ ഇന്റലിജൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിട്ടൺ ടെസ്റ്റിന് പുറമെ ആ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമത കൂടി പരിഗണിച്ചുകൊണ്ടാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്കുള്ള പ്രവേശനമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. MNS അഥവാ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അത് പെൺകുട്ടികൾക്ക് മാത്രമാണ് അവസരമെന്നും പ്രത്യേകം ഓർക്കുക. ഇനി നമ്മൾ പറയേണ്ട അടുത്ത വിഷയം, നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ഹൈസ്കൂൾ സ്റ്റാൻഡേർഡ് മുതൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഏരിയയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഗവൺമെന്റ് ജോലി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള അല്ലെങ്കിൽ കേരളീയ സാമാന്യത്തിനിടയിൽ വികാരമായി തീർന്ന ചില IAS ഓഫീസേഴ്സിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അനുപമ, അതുപോലെ തന്നെ ഹംന മറിയം, അതുപോലെ തന്നെ ദിവ്യ അയ്യർ. ഇതുപോലെ ഇപ്പോൾ സമകാലിക യുവതലമുറയുടെ ഇടയിൽ ഹരമായി നിൽക്കുന്ന ചില IAS ഓഫീസേഴ്സിന്റെ പേര് എന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പറയുന്ന സിവിൽ സർവീസിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവണം. അപ്പൊ നമ്മൾ +2 എന്ന് പറയുന്ന പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കരിയർ സെഷനിൽ എന്തിനാണ് ഡിഗ്രി കഴിഞ്ഞ ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് ആണ് തൻ്റെ ഏരിയ എന്ന് മുൻകൂട്ടി കാണുന്നവരെ ഇപ്പോഴേ അതിനുള്ള മുൻകരുതലുകൾ ആരംഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ കൂടി ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഒരു കുട്ടിക്കുണ്ടാവേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടാവണം എന്നുള്ള. അത് BSc ഫിസിക്സോ, BSc കെമിസ്ട്രിയോ, BSc മാത്സോ, അല്ലെങ്കിൽ BA അറബിക്കോ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാവണം. 21 വയസ്സായാൽ മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാനാവുക. എന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, സിവിൽ സർവീസ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുന്ന, അതായത് അപ്ലൈ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഓരോ വർഷവും 1000 പേരെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരെ IAS സെക്ടറിലാണ് അപ്പോയിൻമെന്റ് കൊടുക്കുക. അതുപോലെ IAS-ന് പുറമെ IPS, IFS, IRS അങ്ങനെ 20-ൽ പരം സിവിൽ സർവീസ് സെക്ടറുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം പ്രിലിമിനറി പരീക്ഷ. അപ്ലിക്കൻസിൽ നിന്നും, അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്നും പ്രിലിമിനറി പരീക്ഷയിൽ വിജയികളാകുന്ന ആളുകൾക്ക് മാത്രമാണ് മെയിൻ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ. മെയിൻ പരീക്ഷയിൽ റിട്ടൺ ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂവും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കോഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ഈ എന്താണ് അതിൻ്റെ ഒരു ലഘുവായ വിവരണം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം MBBS പരീക്ഷയ്ക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നീറ്റ് എൻട്രൻസ് പരീക്ഷ എഴുതണം. പക്ഷെ നീറ്റ് എൻട്രൻസിന് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം കേരളത്തിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ പാലാ ബ്രില്യൻസ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് രംഗത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ആസ്ഥാനം ട്രിവാൻഡ്രമാണ്. കേരളത്തിലെ ഈ വിവിധ ജില്ലകളിൽ ഒരുപാട് സിവിൽ സർവീസ് അക്കാഡമിക്ക് കേന്ദ്രങ്ങളുണ്ട്. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കേന്ദ്രങ്ങളിൽ സിവിൽ സർവീസ് അക്കാദമിയുടെ കോഴിക്കോട് കേന്ദ്രമുണ്ട്, അതുപോലെ പൊന്നാനിയിൽ കേന്ദ്രമുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പോലും
പ്രാഥമിക പരിശീലനം നേടുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് സിവിൽ സർവീസ് അക്കാദമി എന്താ, അതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു നമ്മൾ. ഇനി ഇതേപോലെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, +2 +1 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേ ഒരു അധ്യാപകൻ എന്ന നിലക്ക് മോളെ അല്ലെങ്കിൽ മോനെ എന്താ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് സാർ ശാസ്ത്രജ്ഞനാവണം. അപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ നമുക്കറിയാം ഡോക്ടർ ആവൽ എങ്ങനെയാ, നീറ്റ് പരീക്ഷ എഴുതുക, അതിന് വ്യക്തമായൊരു ഉത്തരമുണ്ട്. പക്ഷെ ശാസ്ത്രജ്ഞനാവൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് അതിനുള്ള ധാരണയില്ല. അത്തരം കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ശാസ്ത്രജ്ഞനാവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിലൊന്നാണ് IISc. ശാസ്ത്ര പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് IISc ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലാണ്. അതുപോലെ ഐസർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. ഐസർ 7 ഐസറുകൾ ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, അത് ട്രിവാൻഡ്രത്താണ്. അതുപോലെ നൈസർ എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ഥാപനങ്ങൾ, മറ്റൊരു കൂട്ടം സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ സയൻസ് എഡ്യൂക്കേഷനുള്ള സാഹചര്യം IIT-കളിലും NIT-കളിലും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിലോട്ട് ഓടി വരുന്നത് എന്തായിരിക്കും? ബിടെക് പഠനമായിരിക്കും. പക്ഷെ ബിടെക് പഠനത്തിന് പുറമെ നമ്മൾ IIT-കളിലും IIT ആണെങ്കിലും NIT ആണെങ്കിലും സാങ്കേതിക വിദ്യാഭ്യാസം ബിടെക് പഠനത്തിനാണ് ഈ സ്ഥാപനങ്ങളുള്ളത് എങ്കിലും ഇവിടെയും ഉന്നത ശാസ്ത്ര പഠനത്തിന് അവസരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടത്. IISc ബാംഗ്ലൂരിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. IIScയെ കുറിച്ച് പറയുമ്പോൾ അത് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. നമ്മളെ റിസർച്ച് ചെയ്യുക, PhD ചെയ്യാന്നൊക്കെ പറയുമ്പോൾ PGയും കഴിഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും PhD ഒക്കെ ചെയ്യുക. PhD കഴിഞ്ഞാലൊക്കെ PhD ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഡിഗ്രി പഠന കാലയളവിൽ തന്നെ റിസർച്ചിന് അല്ലെങ്കിൽ ഗവേഷണത്തിന് സാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് IISc ബാംഗ്ലൂർ. IISc-ലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് KVPY എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയിലൂടെ IISc-ലേക്ക് പ്രവേശനം നേടാം. അതുപോലെ JEE, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയായ JEE-യിലൂടെ IISc-ലേക്ക് അഡ്മിഷനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് പരീക്ഷയിലൂടെയും IISc-ലേക്ക് അഡ്മിഷനുണ്ട്. 3 ചാനലുകളിലൂടെ ഈ പറയുന്ന സ്ഥാപനത്തിലോട്ട് അഡ്മിഷനുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ ശാസ്ത്ര പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് IISc കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ഒരു കൂട്ടം സ്ഥാപനങ്ങളാണ് ഐസർ. 7 ഐസറുകൾ ഇന്ത്യയിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഐസർ നമ്മുടെ കേരളത്തിലുണ്ട്, അത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. അതുപോലെ തിരുപ്പതി, മൊഹാലി, പൂനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഐസർ ഉണ്ട്. ഐസറുകളുടെ കൂട്ടത്തിൽ റാങ്കിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഐസർ പൂനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഐസറിലേക്ക് 7 ഐസറെ കുറിച്ച് നമുക്കൊരു ചെറിയ രൂപം നമ്മളിവിടെ നൽകുന്നു. 7 ഐസറുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിലുള്ള ഐസർ ട്രിവാൻഡ്രത്താണ്. 5 വർഷം നീണ്ടു നിൽക്കുന്ന BSMS അതായത് ഡിഗ്രിയും ബിരുദവും ചേർന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ് നമുക്ക് ഐസറിൽ ലഭ്യമാകുക. ഐസറിലെ BSMS ഡ്യുവൽ ഡിഗ്രി ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ലഭ്യമാണ്. ഐസറിലേക്കുള്ള അഡ്മിഷൻ KVPY പരീക്ഷയെ പോലെ, അതായത് IISc-യെ പോലെ KVPY പരീക്ഷയിലൂടെ ഐസറിലേക്ക് അഡ്മിഷനുള്ള സാധ്യതയുണ്ട്. അതുപോലെ JEE പരീക്ഷയിലൂടെ ഐസറിലേക്ക് പ്രവേശനം നേടാം. അതുപോലെ ഏറ്റവും അതായത് ഈ 2 ചാനലും പുറമെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷനിൽ, അതായത് നിങ്ങളുടെ +2 പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിയ ആളുകളിൽ നിന്നും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അതുവഴിയും ഐസർ എന്ന് പറയുന്ന പഠന കേന്ദ്രങ്ങളിലേക്ക് അഡ്മിഷന് സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ തന്നെ ശാസ്ത്ര പ്രതിഭകളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന മറ്റൊരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഒറീസയിലെ ഭുവനേശ്വറിലാണ് ഈ സ്ഥാപനമുള്ളത്. ഓക്കെ, ഇവിടെ നൈസറിനെ കുറിച്ച് പറയുമ്പോൾ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമാണ്. ഈ നൈസറിനെ പോലെ തന്നെയുള്ള മറ്റൊരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സെന്റർ ഫോർ എക്സലൻസി എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴിൽ നടക്കുന്ന അത് ബോംബെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഭുവനേശ്വറിലുള്ള നൈസറിലും അതുപോലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള ഈ 2 സ്ഥാപനങ്ങളും മറ്റൊരു സ്ഥാപനം, ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്
ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിലൂടെ ശാസ്ത്ര പ്രതിഭകളെ രൂപപ്പെടുത്തുന്നത്. അതുപോലെ ഇവിടെ ഈ 2 സ്ഥാപനങ്ങളിലും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ എന്തുണ്ട്, കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ പറയുന്ന സ്ഥാപനങ്ങളിലോട്ട് കുട്ടികൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് നെസ്റ്റ് എൻട്രൻസ് പരീക്ഷ എന്ന് പറയും. നെസ്റ്റ് എൻട്രൻസ് പരീക്ഷ, സ്ഥാപനം നൈസർ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷ നെസ്റ്റ്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ശാസ്ത്ര പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. IISc, ഐസർ, നൈസർ, IIT-കൾ, NIT-കൾ എന്നിങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് മുന്നേറി നമുക്ക് ശാസ്ത്രജ്ഞരാവാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ സുരക്ഷ ഇന്ത്യൻ സൈന്യത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ഇന്ത്യൻ സൈന്യത്തിന് 3 വിഭാഗങ്ങളുണ്ട്: ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പൊ ഇതിനകത്ത് സയൻസ്, +2 സയൻസ് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് പിന്നെ ജോലി സാധ്യതയുള്ളത്? അപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിലുള്ള എഞ്ചിനീയറിംഗ് പരീക്ഷ +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും. ഇന്ത്യൻ ഡിഫൻസിലെ, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കും നേവൽ അക്കാദമിയിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഇതിനു വേണ്ടിയിട്ട് എഴുതേണ്ട എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് UPSC നേരിട്ടാണ്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ +2 സയൻസ് കഴിഞ്ഞ കുട്ടികളിൽ നിന്നും നേവൽ അക്കാദമിയിലേക്കും പിന്നെ ഡിഫൻസ് അക്കാദമിയിലേക്കും ആവശ്യമുള്ള ഈ 2 രംഗത്തിനും ആവശ്യമുള്ള, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ഡോക്ടർമാരെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നേരിട്ട് നടത്തുന്ന മെഡിക്കൽ കോളേജാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂനെ. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള നഴ്സസിനെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ഇന്ത്യയിലാകമാനമുള്ള 5 സെന്ററുകളിലായി 220 സീറ്റുകളിലേക്ക് സീറ്റുകൾ ഓരോ വർഷവും കൊടുത്തുകൊണ്ട് പിന്നെ നടത്തപ്പെടുന്ന കോഴ്സാണ് MNS, മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇന്ത്യൻ സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് ബിടെക്, അതായത് ഡിഫൻസ് അക്കാദമിയിലും നേവൽ അക്കാദമിയിലും ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് പരീക്ഷ നടത്തുന്നു. ആ എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് സെലക്ട് ചെയ്യപ്പെട്ടാൽ അവർക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ചെലവിൽ പൂർണ്ണമായും അവരുടെ പഠന ചെലവുകൾ മുഴുവനുമായും എടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുകയും പഠനത്തിന് ശേഷം ഇന്ത്യൻ നേവിയിലേക്കും അതുപോലെ ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ അവർക്ക് നേരിട്ട് ജോലി ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അതാണ് ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി. ഈ 2 രംഗത്തേക്കുമുള്ള, അതായത് ഇന്ത്യൻ നാവികസേനയിലേക്കും ഇന്ത്യൻ സൈന്യത്തിലേക്കുമുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകളെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ബിടെക് വിദ്യാഭ്യാസം ഇന്ത്യൻ സൈന്യം തന്നെ കൊടുക്കുകയും പഠന കാലയളവിൽ പൂർണ്ണമായും സൈന്യത്തിന്റെ ചെലവിൽ പഠിപ്പിക്കുകയും പഠിച്ചതിന് ശേഷം പഠനകാലയളവ് പൂർത്തിയായതിനു ശേഷം ഇന്ത്യൻ സൈന്യത്തിൽ തന്നെ ജോലി ലഭ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടത്തുന്ന ഏജൻസി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അത് മനസ്സിലാക്കുക. ഇപ്പം നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ നേവൽ അക്കാദമി നമ്മുടെ പിന്നെ കണ്ണൂരിന് അടുത്തുള്ള ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സൈന്യത്തെ ഒരു ലക്ഷ്യമായി കാണുന്നവര് തീർച്ചയായിട്ടും ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില പോയിന്റുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത് UPSC ആണ്. +2 പാസ്സായ കുട്ടികൾക്ക് ബിടെക് പ്രോഗ്രാമിന് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെലക്ട് ചെയ്താൽ, റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ, മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ MNS അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ പോലെ നഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ സൈന്യമായതുകൊണ്ട് ശാരീരിക ക്ഷമത കൂടെ പരിഗണിക്കുന്നുണ്ട്. സെലക്ഷൻ ടെസ്റ്റിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ ചേർന്നതാണ്. ഇനി പിന്നെ സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഭക്ഷണം, താമസ സൗകര്യം, എല്ലാത്തരം ചെലവുകളോടൊപ്പം ഓരോ മാസം തോറും സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പഠന കാലയളവിൽ തന്നെ അവർക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ സൈന്യത്തിലുള്ള ബിടെക് പഠനത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ സൈന്യത്തിൽ പിന്നെ മേജർ തുടങ്ങിയിട്ടുള്ള റാങ്കുകളിൽ അപ്പോയിൻമെന്റ് ലഭിക്കും. അതുപോലെ പിന്നെ നമ്മുടെ നേവിയിലോട്ട് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നേവൽ അക്കാദമിയിൽ ബിടെക് പഠിക്കാം.
ഒപ്പം തന്നെ നേവൽ അക്കാദമിയിൽ നിന്നും ബിടെക് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ്, ഇന്ത്യൻ ആർമിയിലാണെങ്കിൽ മേജർ റാങ്കിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കാം. അതേസമയം ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ് എന്ന് പറയുന്ന റാങ്കിലാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുക. ഫുഡ്, അക്കോമഡേഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് ആർ ഫുള്ളി മെറ്റ് ബൈ ഇന്ത്യൻ ഡിഫൻസ്. അതായത് ഭക്ഷണ ചെലവും അതുപോലെ മറ്റെല്ലാ ചെലവുകളും പഠന കാലയളവിൽ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം വഹിക്കുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇനി ഇതേപോലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സൈന്യത്തെ വർഷങ്ങളായി സേവിച്ച് അതിനുശേഷം സേവന കാലയളവിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച് പുറത്തു വരുന്ന എക്സ് സർവീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഇന്ത്യൻ സൈന്യത്തിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കൾക്കും, അതായത് വിരമിച്ച എക്സ് സർവീസ് മെൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ മക്കൾക്കും, അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തെ നിലവിൽ സേവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യൻ സൈന്യത്തിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മക്കൾക്കും മാത്രമാണ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അഡ്മിഷൻ. ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിടെക് പഠനമാണ് നൽകുന്നത്. അപ്പോൾ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏകദേശം 300 സീറ്റുകളുണ്ട്. അവിടെ മെക്കാനിക്കൽ, IT, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലയിൽ ബിടെക് പഠനം ലഭ്യമാണ്. ഓൺലി ദ വാർഡ്സ് ഓഫ് സെർവിംഗ് ആർമി പേഴ്സണൽ ആൻഡ് റിട്ടയർഡ് ആർമി പേഴ്സണൽ എലോൺ ക്യാൻ അപ്ലൈ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, എക്സ് സർവീസ് മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലോ നിലവിൽ സർവീസിലിരിക്കുന്ന ആർമി ഉദ്യോഗസ്ഥരുടെ മക്കൾക്കോ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് JEE മെയിൻ പരീക്ഷ വെച്ചുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ വേറൊരു കേസ് എന്ന് പറയുന്നത് വെറ്റിനറി ഡോക്ടർ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ ആർമിയിലെ പഠന സൗകര്യമാണ് എങ്കിൽ വെറ്റിനറി ഡോക്ടർ, മൃഗ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ രംഗത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, സാധാരണ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്, അലോപ്പതി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നേടേണ്ട ഡിഗ്രിയാണ് MBBS. അതുപോലെ വെറ്റിനറി ഡിഗ്രി അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട ഡിഗ്രിയുടെ പേരാണ് BVSc, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്ന് പറയും. ഇതിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ വെച്ചിട്ടാണ്. ഓക്കെ, MBBS അഡ്മിഷന് ആവശ്യമുള്ള സ്കോർ ആവശ്യമില്ല. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ 720-ൽ 610 കിട്ടിയ ആൾക്കാണ് MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. അതേസമയം അതല്ലാതെ അത്ര മാർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് BVSc അതായത് MBBS അഡ്മിഷന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് BVSc തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, BVSc കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് സർവീസിൽ വെറ്റിനറി ഡോക്ടറായിട്ട് ജോലി ചെയ്യാം. അതുപോലെ തന്നെ ഈ വെറ്റിനറി ഡോക്ടർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും BVSc ബിരുദം പൂർത്തിയാക്കിയ ആളുകൾക്ക് ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ എല്ലാം നല്ല കരിയർ ഡെസ്റ്റിനേഷനുകളാണ്. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ആ ഒരു താല്പര്യവും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പഠനം സഹായകരമാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുപോലെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വെറ്റിനറി സയൻസ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് IVRI ഇസ്സത്ത് നഗർ. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പഠനത്തിന്, അതായത് വെറ്റിനറി പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്, IVRI. അതുപോലെ തന്നെ കേരളത്തില് വെറ്റിനറി സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള സ്ഥാപനമാണ് കേരള വെറ്റിനറി ആൻഡ് യൂണിവേഴ്സിറ്റി. നമ്മുടെ കേരളത്തിലുണ്ട്. അതിൻ്റെ ആസ്ഥാനം വയനാട്ടിലെ പൂക്കോടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഉള്ള BVSc കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷ നീറ്റ് പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുക. നീറ്റ് പരീക്ഷയിലൂടെയാണ് ഈ BVSc കോഴ്സിന് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇനി നമുക്കറിയാം, പല്ല് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്, ഡെന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതാണ് ഡെന്റിസ്റ്റ് എന്ന് പറയുന്നതാണ് സയൻസ് +2 സയൻസ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. ഇവിടെയുള്ള കോഴ്സ് ദന്ത ഡോക്ടർ ആവാൻ വേണ്ടി, പല്ല് ഡോക്ടർ ആവാൻ വേണ്ടി ചെയ്യേണ്ട കോഴ്സിന്റെ പേരാണ് BDS കോഴ്സിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് നീറ്റ് എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ പിന്നെ ഗവൺമെന്റ് മേഖലയിലും അതുപോലെ പ്രൈവറ്റ് മേഖലയിലുമെല്ലാം ഡെന്റൽ കോളേജുകളുണ്ട്. ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ എണ്ണം കേരളത്തിൽ വളരെ പരിമിതമാണ്. കേരളത്തിലുള്ള ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ ഒന്ന് കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് കോട്ടയത്തുണ്ട്, മറ്റൊന്ന് ട്രിവാൻഡ്രത്തുണ്ട്. അതിനു പുറമെ മറ്റു സെൽഫ് ഫൈനാൻസിങ് സ്വാശ്രയ മേഖലയിലും നിരവധി ഡെന്റൽ കോളേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇവിടെയുള്ള BDS കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേര് നീറ്റ് പരീക്ഷ എന്നാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ജോബ് ഏരിയയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ
ഏറ്റവും അധികം റെസ്പെക്ട് കിട്ടുന്ന, സമൂഹത്തിൽ നിന്നും റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലി എന്ന് വിശേഷിപ്പിക്കാവുന്ന പിന്നെ കരിയർ സെക്ടറാണ് ടീച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു MBBS പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ്. ഇതുപോലെ ഇന്ത്യയിൽ ടീച്ചർ ആവാൻ വേണ്ടി പഠനം പൂർത്തിയാക്കാവുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ടീച്ചർ പഠനം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ടീച്ചർ ആവാൻ വേണ്ടി പഠിക്കുമ്പോൾ അയാൾക്ക് തൻ്റെ പഠനം പൂർത്തിയാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് RIE മൈസൂർ. RIE ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ പിന്നെ 5ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിൽ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ സൗത്ത് ഇന്ത്യയിലുള്ളൂ. അത് മൈസൂരിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും പിന്നെ RIEയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് സൗത്ത് ഇന്ത്യയിലെ RIE മൈസൂരിൽ മാത്രമാണ് അപേക്ഷിക്കാനാവുക. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന പിന്നെ പഠനത്തിന് ചില പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ടീച്ചർ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ടീച്ചറുണ്ട്. നഴ്സറി ടീച്ചറുണ്ട്, അതുപോലെ LP സ്കൂൾ ടീച്ചറുണ്ട്, UP സ്കൂൾ ടീച്ചറുണ്ട്, ഹൈസ്കൂൾ ടീച്ചറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഹൈസ്കൂൾ ടീച്ചറുടെ യോഗ്യത എന്താണ്? ഡിഗ്രി പ്ലസ് BEd ആണ്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ BA ഡിഗ്രി അല്ലെങ്കിൽ BSc ഡിഗ്രി അല്ലെങ്കിൽ BCom ഡിഗ്രി ഇതൊക്കെ 3 വർഷമാണ്. അപ്പോൾ 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം 2 വർഷം BEd പഠനം കൂടി പൂർത്തിയാക്കിയാൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഹൈസ്കൂൾ അധ്യാപകനാവാൻ സാധിക്കുക. അതായത് +2 കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ BEdും എന്ന് പറയുമ്പോൾ 5 വർഷം പഠിച്ചാലാണ് അയാൾക്ക് ഹൈസ്കൂൾ അധ്യാപകനാവാൻ സാധിക്കുക. പക്ഷെ RIEയിൽ നിങ്ങൾ അതേ കോഴ്സ് നിങ്ങൾ RIEയിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ BSc ഫിസിക്കൽ സയൻസിന് പഠിക്കണമെങ്കിൽ നിങ്ങൾ BSc ഫിസിക്സോ BSc കെമിസ്ട്രിയോ ചെയ്തിട്ട് പിന്നെ BEd ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ 5 വർഷം പഠിക്കണം. പക്ഷേ RIEയിലാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് BScയും BEdും ഒന്നിച്ച് പഠിക്കാനുള്ള അവസരമാണ്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് അവിടെ കിട്ടുക, അത് ശ്രദ്ധിക്കുക. അതുപോലെ +2 അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് MScയും BEdുമാണ്. അപ്പോൾ നമ്മൾ പിന്നെ +2 അധ്യാപകനാവാൻ വേണ്ടി കേരളത്തിൽ പഠിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? 3 വർഷത്തെ ഡിഗ്രി, 2 വർഷത്തെ PG, 5 വർഷം, 2 വർഷത്തെ BEd, 7 വർഷം പഠിക്കണം. പക്ഷെ നിങ്ങൾ ഇതേ കോഴ്സ് നിങ്ങൾ RIE മൈസൂരിലാണ് ചെയ്യുന്നത് എങ്കിൽ MSc Ed, അതായത് MSc + BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് ലഭിക്കുക. അവിടെ 6 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ 7 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഈ കോഴ്സ് 6 വർഷം കൊണ്ട് RIE മൈസൂരിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾ കാണേണ്ടത്. എന്തായാലും RIE കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷ വഴിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ +2വിന് ശേഷം എൻ്റെ മേഖല ടീച്ചറായി ജോലി ചെയ്യാനാണ് എന്ന് ഉറപ്പിച്ചവരെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ എൻട്രൻസിന് വിളിക്കുമ്പോൾ അതിന് അപ്ലൈ ചെയ്യുക. അത് പിന്നെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇന്ത്യയിൽ ടീച്ചർ ആയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നിലവാരമുള്ള പഠനം പ്രദാനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് RIE. ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലെ RIE ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് മൈസൂരിലാണ്. ഇപ്പം കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് RIE മൈസൂരിലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എഞ്ചിനീയർ. ഓക്കെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എഞ്ചിനീയറിംഗ് ഡിഗ്രി പല രീതിയിലുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ പിന്നെ ഹാർഡ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ആ രീതിയിലോട്ട് മാറണമെങ്കിൽ അവർ ചെയ്യേണ്ട BTech ആണ്, BTech കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ BTech അതേ രംഗത്ത് IT ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റൊരു പിന്നെ BTech പഠനമാണ് BTech IT. അതുപോലെ BTech മെക്കാനിക്കൽ ഉണ്ട്, BTech സിവിൽ ഉണ്ട്, BTech ഇലക്ട്രിക്കൽ ഉണ്ട്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, BTech ഓട്ടോമൊബൈൽ ഉണ്ട്, BTech ബയോമെഡിക്കൽ. ഇപ്പം നമുക്കറിയാം ഡോക്ടർ ആയി സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്റ്റെതസ്കോപ്പ് വേണം. അപ്പോൾ സ്റ്റെതസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന് പറയാം. അതുപോലെ BTech ഫുഡ് ടെക്നോളജി ഉണ്ട്, BTech എയറോസ്പേസ് എഞ്ചിനീയർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ റോക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ചാന്ദ്രയാൻ ദൗത്യം ISRO ഒക്കെ നടത്തുന്ന ഈ ദൗത്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാർ എയറോസ്പേസ് എഞ്ചിനീയർമാരാണ്. അതുപോലെ BTech എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ BTech ഫയർ എഞ്ചിനീയർ ഉണ്ട്, അതുപോലെ BTech മൈനിങ് ടെക്നോളജി ഖനികളിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ, അതുപോലെ പെട്രോളിയം പരിവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ, പെട്രോളിയം എഞ്ചിനീയർ ആവാൻ BTech പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പഠനം ഇന്ത്യയിൽ ലഭ്യമാണ്. BTech മറൈൻ എഞ്ചിനീയർ, ഇപ്പം നിങ്ങൾ കേട്ട കോസ്റ്റ് ഗാർഡ്, അതുപോലെ കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ജോലിയൊക്കെ ചെയ്യുന്ന എഞ്ചിനീയർമാർ, മറൈൻ എഞ്ചിനീയർമാർ. അതുപോലെ BTech ഫയർ ആൻഡ് സേഫ്റ്റി നല്ല സ്കോപ്പുള്ള ഒരു ബ്രാഞ്ചാണ്. അതുപോലെ BTech ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ്, BTech ഡയറി സയൻസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രംഗത്ത് ജോലി ചെയ്യേണ്ട എഞ്ചിനീയർമാർ, BTech ഡയറി സയൻസ്. അതുപോലെ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്.
കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ ഒരുപാട് യന്ത്രങ്ങൾ ആവശ്യമായി വരും. ആ യന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള എഞ്ചിനീയർമാരെയാണ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അതുപോലെ മെക്കട്രോണിക്സ്, ഇലക്ട്രോണിക്സിന്റെയും മെക്കാനിക്കലിന്റെയും ഒരു സമ്മിശ്ര രൂപമാണ് മെക്കട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇനി വലിയ താമസമില്ലാതെ നമ്മുടെ നാട്ടില് ആളില്ലാത്ത അല്ലെങ്കിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകളൊക്കെ വരാൻ പോവാണ്. അതിന്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് മെക്കട്രോണിക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നിരവധി മേഖലകളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നമുക്ക് ലഭ്യമാണ്. നോക്കൂ, ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പല നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ ലഭ്യമാണ്. ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ഏറ്റവും മികവാർന്ന കേന്ദ്രമാണ് IIT-കൾ. അതുപോലെ IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മറ്റൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 20-ൽ പരം IIT-കൾ ഇന്ത്യയിലുണ്ട്. ആ IIT-യുടെ കൂട്ടത്തിൽ ഒരു IIT നമ്മുടെ പാലക്കാടുണ്ട്. പക്ഷെ ആ പാലക്കാടുള്ള IIT അത് പിന്നെ അതിൻ്റെ ശൈശവദശ പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള IIT-കൾ എന്ന് പറയുന്നത് IIT ബോംബെ, IIT ഖരഗ്പൂർ, IIT മദ്രാസ്, അതുപോലെ തന്നെയുള്ള പിന്നെ ഇത്തരം IIT-കളൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IIT-കൾ. ആ നിലവാരത്തിലോട്ട് നമ്മൾ IIT പാലക്കാടിനെ കാണേണ്ടതില്ല. അതിനൊരു ട്രഡീഷനായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ IIIT, അതായത് ഇന്ത്യയിൽ പിന്നെ വിവര സാങ്കേതിക വിദ്യയുമായിട്ടുള്ള വിപ്ലവത്തിന് ആ ഒരു വിപ്ലവത്തിന് പ്രേരക ശക്തിയാവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകതരം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIIT-കൾ. ആ IIIT-കളിൽ ഒരെണ്ണം ഇന്ത്യയിലുണ്ട്. കേരളത്തിലെ 20-ൽ പരം IIIT-കളുമുണ്ട്. അതിലൊന്ന് ഇനി കേരളത്തിലുണ്ട്. അത് IIIT കോട്ടയമാണ്, IIIT കോട്ടയമാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊന്നാണ് NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പണ്ട് REC എന്നായിരുന്നു ഇതിന്റെ പേര്. ഇന്ത്യയിൽ 20-ൽ പരം NIT-കളുമുണ്ട്. ആ NIT-കളിൽ ഒന്ന് നമ്മുടെ കോഴിക്കോടുണ്ട്, NIT കാലിക്കറ്റ്. ഇന്ത്യയിൽ തന്നെയുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ IIT-ക്ക് പിന്നെ അഖിലേന്ത്യാ തലത്തിൽ അത്ര വലിയ രീതിയിലുള്ള പിന്നെ പബ്ലിസിറ്റി ആയി വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പിന്നെ അക്കാദമിക് സ്റ്റാറ്റസ് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ കേരളത്തിലുള്ള NIT ഇന്ത്യയിലെ പ്രധാനപ്പെട്ട NIT-കളിൽ ഒന്നായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രധാനമായിട്ടും പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ്. മറ്റൊന്ന് ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 30ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ GFTI-ലുണ്ട്. അതുപോലെ ഇതിനൊക്കെ പുറമെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം, അതുപോലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കീഴിൽ ആ കാറ്റഗറിയിൽ പെടും. അതുപോലെ കേരളത്തിൽ ഒരുപാട് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളുമുണ്ട്. അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള എഞ്ചിനീയറിംഗ് പഠനത്തിനുള്ള സൗകര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 20-ൽ പരം IIT-കൾ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു. ആ IIT-യുടെ കൂട്ടത്തിൽ IIT ഖരഗ്പൂർ, IIT മദ്രാസ്, IIT ബോംബെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പിന്നെ IIT-കൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ മറ്റൊന്ന് IIIT ഏകദേശം 20-ൽ പരമുണ്ട്. അതിലൊന്ന് നമ്മളെ കോട്ടയത്തുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ NIT കാലിക്കറ്റിന്റെ ഫോട്ടോയാണ്. അതുപോലെ ഗവൺമെന്റ് GFTI ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏകദേശം 30 എണ്ണമുണ്ട്. അതിലൊന്നാണ് ബിറ്റ്സ് മിശ്ര. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ പിന്നെ BTech പഠനം പൂർത്തിയാക്കി ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന എംപ്ലോയികളിൽ ഒരാളാണ് നമ്മുടെ സുന്ദർ പിച്ചൈ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും IIT പഠനം പൂർത്തിയാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി ഒരു വർഷത്തിൽ 7.5 കോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ IIT പഠനത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന IIT പഠനം സാധ്യമാക്കുന്ന, ഏറ്റവും മികവാർന്ന BTech പഠനം സാധ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് IIT. IIT-യിലേക്കുള്ള അഡ്മിഷൻ, BTech കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഏത് വഴിയാണ്? JEE അഡ്വാൻസ്ഡ് വഴിയാണ്. JEE പരീക്ഷയ്ക്ക് 2 ഘട്ടമുണ്ട്. JEE മെയിൻ ഉണ്ട്, JEE അഡ്വാൻസ്ഡ് ഉണ്ട്. JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ IIT-യിലേക്ക് അഡ്മിഷൻ നേടാനാവുക. JEE അഡ്വാൻസ്ഡ് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ്. നല്ല പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, കഠിന പ്രയത്നത്തിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ, സ്ഥിരോത്സാഹത്തിലൂടെ പഠിച്ച് മുന്നേറുന്നവർക്ക് മാത്രം പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതെന്ന് പറയുന്നത് IIT-കൾ എന്ന് പറയുന്നത്. അതുപോലെ അതേസമയം പിന്നെ IIIT, IIIT-കൾ, NIT-കൾ, GFTI-കൾ ഇവയിലെല്ലാം അഡ്മിഷൻ നടക്കുന്നത് JEE മെയിൻ പരീക്ഷ വഴിയാണ്. JEE മെയിൻ പരീക്ഷ വഴിയാണ് IIIT-യിലേക്കും NIT-യിലേക്കും GFTI-യിലേക്കും അഡ്മിഷൻ നടക്കുക. അതേസമയം IIT-യിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് JEE അഡ്വാൻസ്ഡ് വഴിയാണ്. ഇനി കേരള സ്റ്റേറ്റിന് കീഴിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM എഞ്ചിനീയറിംഗ് കോളേജ്,
അതുപോലെയുള്ള കേരളത്തിനകത്തുള്ള ഗവൺമെന്റ് നിയന്ത്രിത ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ഒക്കെ ഉള്ള അഡ്മിഷൻ നടക്കുന്നത് JEE പരീക്ഷ വഴിയല്ല, അത് കീം എൻട്രൻസ് പരീക്ഷ വഴിയാണ്. കീമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കീം പരീക്ഷ ജൂലൈ 24-ന് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്മിഷൻ അപ്ലിക്കേഷനൊക്കെ കോൾ ഫോർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എഞ്ചിനീയറിംഗ് കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവസരമായിരിക്കും. കീം പരീക്ഷയിൽ നിങ്ങളുടെ +2-ന്റെ മാർക്കിന് 50% വെയിറ്റേജും 50% വെയിറ്റേജ് എൻട്രൻസ് പരീക്ഷയ്ക്കും കൊടുത്തുകൊണ്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ കീം എൻട്രൻസിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ത്യയിലാകമാനം 15 ലക്ഷത്തോളം എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട്. അതിൽ ഏകദേശം 7.5 ലക്ഷവും വാക്കൻ്റായി കിടക്കുകയാണ്. 50,000 എഞ്ചിനീയറിംഗ് സീറ്റുകൾ കേരളത്തിലുണ്ട്. അതിൽ 20,000 വാക്കൻ്റായി കിടക്കുന്നു. നമ്മൾ തന്നെ പലപ്പോഴും കാണാറുണ്ട്, എഞ്ചിനീയർമാരെ തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റുന്നില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം എഞ്ചിനീയർമാർ എന്ന രീതിയിലൊക്കെ പലപ്പോഴും നമ്മൾ വാർത്ത വരാറുണ്ട്. സമൂഹത്തിൽ അത് ഏറെ ചർച്ചയാവാറുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എഞ്ചിനീയറിംഗ് പഠനം നിങ്ങൾ താല്പര്യപ്പെടുമെങ്കിൽ ഇന്ത്യയിലെ IIT-കളിലോ IIIT-യിലോ NIT-യിലോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ GFT-യിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ മികവാർന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ജോലി കിട്ടാതെ അലയേണ്ടി വരില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് NIT-യും IIT-യും IIIT ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയത് കേരളത്തിലെ TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു മുൻധാരണയോടുകൂടി പോവുക. എന്താണ് മുൻധാരണ? 4 വർഷമാണല്ലോ BTech ഡിഗ്രി. ഈ 4 വർഷത്തിലെ ഓരോ വർഷവും, ഫസ്റ്റ് ഇയർ ആവട്ടെ സെക്കൻഡ് ഇയർ ആവട്ടെ, 4 വർഷത്തെയും റിസൾട്ടിൽ 70% മാർക്ക് സ്ഥിരമായി, ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ 80%, അടുത്ത സെക്കൻഡ് ഇയറിൽ 30%, അങ്ങനെയല്ല, 4 വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് അക്കാഡമിക് പെർഫോമൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കേസ് എന്ന് പറയും, ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി ഒരുങ്ങി തിരഞ്ഞതിന് മുമ്പ് ഇത്തരം ടിപ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അതുപോലെ ഗേറ്റ് എക്സാം, അറ്റോമിക് എനർജി റിലേറ്റഡ് എക്സാം, റെയിൽവേ എക്സാംസ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് BTech അഡ്മിഷൻ കിട്ടി സെക്കൻഡ് ഇയർ ഓൺവാർഡ്സ് ഈ പരീക്ഷ ഏതാണ്, ഈ പറയുന്നതിൽ ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് ആ രംഗത്തോട്ട് ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ BTech കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ കരിയറിലുള്ള എക്സലൻസി ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് BTech കഴിയുന്നതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ BTech നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നെബോഷ് പോലെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ BTech കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് BTech കഴിയുമ്പോൾ BTech + MBA ജോലി ഉറപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മേഖലയാണ്. അപ്പോൾ BTech സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ IIM പോലെയുള്ള ഇന്ത്യയിലെ മികവാർന്ന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ MBA, എവിടെയെങ്കിലും പോയിട്ട് ഒരു MBA ചെയ്യുന്നതിലുപരി ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന IIM പോലെയുള്ള മികവാർന്ന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എത്തിപ്പെടാൻ ആവശ്യമുള്ള CAT എൻട്രൻസിന് വേണ്ടിയിട്ട് BTech സെക്കൻഡ് ഇയർ ആകുമ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് BTech-ഉം MTech-ഉം ചെയ്യാം, നീ കരിയർ ഉറപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതുപോലെ തന്നെ BTech കഴിഞ്ഞ് റിസർച്ച് MS പോലെയുള്ള റിസർച്ച്, നേരത്തെ ഞാൻ പറഞ്ഞു IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അവിടെ അത്തരം സ്ഥാപനങ്ങളിൽ BTech കഴിഞ്ഞാൽ MS പഠനത്തിന് അവസരമുണ്ട്, റിസർച്ചിന് അവസരമുണ്ട്. ആ രീതി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ കരിയർ ഉറപ്പിക്കാൻ സഹായകരമാകും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എഴുതാൻ കഴിയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും പരീക്ഷകൾക്ക് വേണ്ടി BTech പഠനം നടത്തുമ്പോൾ തന്നെ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ജോലി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നാണ് IIT പാലക്കാട്. ഇവിടെ അഡ്മിഷൻ നേടണമെങ്കിൽ, BTech-ന് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്യണം. അതുപോലെ അതേസമയം NIT കാലിക്കറ്റിൽ BTech അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ JEE മെയിൻ ക്ലിയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ IIIT കോട്ടയം, ഞാൻ നേരത്തെ പറഞ്ഞു, വിവര സാങ്കേതിക വിദ്യ IT ഓറിയന്റഡ് ആയിട്ടുള്ള പഠനത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥാപനങ്ങളാണ് IIIT കോട്ടയം. അവിടെ പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള BTech ഡിഗ്രികൾ, BTech കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ഡിഗ്രികളിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE മെയിൻസ് ക്ലിയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ പറയുന്ന കാറ്റഗറിയിലൊന്നും അല്ലാത്ത ഈ NIT-കളും IIT-കളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ
കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പിന്നെ സാങ്കേതിക പരിജ്ഞാനമുള്ള പ്രതിഭകളെ വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചിൻ. ഓക്കെ, ഇവിടെയും ഒരുപാട് ബിടെക് പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ബിടെക് പ്രോഗ്രാമിൽ ഒന്നാണ് ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്തരം അതല്ലാത്ത ഒരുപാട് കോഴ്സുകൾ അവിടെയുണ്ട്. കുസാറ്റിലെ ബിടെക് കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് കുസാറ്റ് കാറ്റ് പരീക്ഷ എന്ന് പറയും. കുസാറ്റിന്റെ കാറ്റ് പരീക്ഷ എഴുതണം. ഈ വർഷം കുസാറ്റിന്റെ കാറ്റ് പരീക്ഷ വിളിച്ചു കഴിഞ്ഞു, അപ്ലിക്കേഷനൊക്കെ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം ഇനി കുസാറ്റ് പരീക്ഷ എഴുതാൻ കഴിയില്ല. ഈ വർഷം എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്നവർക്ക് JEE പരീക്ഷ എഴുതാനോ ഉള്ള അവസരവും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറിംഗ് പഠനം കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് കീം പരീക്ഷ. കീം പരീക്ഷ ജൂലൈ 24-ന് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ പലരും ശമ്പളം മാത്രമല്ല സാഹസികത കൂടെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭാഗം യുവതലമുറ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ചൂസ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങൾ, പല ക്വാളിറ്റിയും പല നിലവാരത്തിലും ഉള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. IIT-കളിൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാം. IIT-കൾക്ക് പുറമെ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടേത്. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈയിലാണുള്ളത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിക്ക് 5 ക്യാമ്പസുകളുണ്ട്. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, വിശാഖപട്ടണം, കൊച്ചി എന്നിവയാണവ. അവിടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ മറൈൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ഉണ്ട്, നേവൽ ആർക്കിടെക്ചറിൽ ബിടെക് ഉണ്ട്, ഓഷൻ എഞ്ചിനീയറിംഗിലൊക്കെ ബിടെക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷ, അതായത് മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടി, അതായത് IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്തമായ കോഴ്സുകളിലേക്ക് കയറുന്നതിന് വേണ്ടി എഴുതേണ്ട എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് IMU. IMUവിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ എഴുതണം. ഇവിടെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ 5 ക്യാമ്പസുകളിലുള്ള ഏകദേശം 1000-ഓളം സീറ്റുകളിലേക്കും IMUവിനോട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 30 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഏകദേശം 1000 സീറ്റുകളിലേക്കും ഇതേ എൻട്രൻസ് പരീക്ഷയാണ് നടത്തുക. അപ്പോൾ IMUവിന്റെ കീഴിൽ ഏകദേശം 2000-ഓളം സീറ്റുകളും ഈ പറയുന്ന IMU CET എൻട്രൻസ് വഴിയാണ്, അതായത് IMU നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് IMU CET വഴിയാണ് നികത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയേണ്ടത് പിന്നെ കപ്പലുകൾ, പിന്നെ ഇപ്പൊ നമുക്കറിയാം ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ബിൽഡിങ്ങിന് ഒരു ആർക്കിടെക്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കപ്പലുകൾ ഡിസൈൻ ചെയ്യുന്ന കപ്പലിന്റെ ആർക്കിടെക്റ്റ് ആണ് നേവൽ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. നേവൽ ആർക്കിടെക്ട് ആവാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. അത് ഉള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്ന് IIT മദ്രാസ്, മറ്റൊന്ന് IIT ഖരഗ്പൂർ, മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കുസാറ്റ് കൊച്ചിൻ. അപ്പൊ ഇതാണ് നേവൽ ആർക്കിടെക്ചർ ഉള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഗ്യാരണ്ടി തരുന്ന ഒരു കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹസികത ഇഷ്ടപ്പെടുന്ന, ഒപ്പം സാലറിയും നല്ല രീതിയിൽ ലഭ്യമാകുന്ന ഒരു കോഴ്സ് എന്ന നിലക്ക് തീർച്ചയായിട്ടും ഈ ഒരു രംഗം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എബൌട്ട് ദ കോഴ്സിൽ എന്തൊക്കെയുള്ളത്, പിന്നെ ഈ പറയുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കരിക്കുലത്തിൽ ഡിസൈനിങ് ഉണ്ട്, അതായത് എങ്ങനെയാണ് ഒരു കപ്പൽ ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, മാനുഫാക്ചറിങ്, അതിന്റെ ഷിപ്പിന്റെ സേഫ്റ്റി, ഇതൊക്കെ, അതുപോലെ സബ്മറൈൻസ് എന്ന് പറഞ്ഞാൽ അന്തർവാഹിനികൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഇവിടെ IIT-കളിലുള്ള മറൈൻ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ JEE അഡ്വാൻസ്ഡ് വഴിയാണ്. അതേസമയം മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT-കളല്ലാത്ത മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നേവൽ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതണം. ഓർക്കുക, IIT-യിലെ നേവൽ ആർക്കിടെക്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് IIT-യുടെ പിന്നെ JEE അഡ്വാൻസ്ഡ് പരീക്ഷയാണ് എഴുതേണ്ടത്. അതുപോലെ പിന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മർച്ചന്റ് നേവി, അതുപോലെ ഫിഷിംഗ് കമ്പനീസ്, മീൻപിടുത്ത കമ്പനികൾ, അതുപോലെ കോസ്റ്റ് ഗാർഡ്, ഓയിൽ റിംഗ് കൺസ്ട്രക്ഷൻ സെന്റർ, ഇവയിലെല്ലാം ജോലി ലഭിക്കാം. ഇനി പിന്നെ നമ്മൾ IIT മദ്രാസ്, ഈ പറയുന്ന കോഴ്സിലുള്ള ചില സ്ഥാപനങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. IIT മദ്രാസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നു വേറൊരു കേസാണ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ മനസ്സിലാക്കുക, സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മിസൈലുകൾ, റോക്കറ്റുകൾ, ഇവയുടെ എല്ലാം ഡിസൈനിങ്ങും മെയിൻ്റനൻസും അതിന് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് ആണ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ISRO, അതുപോലെ തന്നെ VSSC, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും അമേരിക്കയുടെ നാസ തുടങ്ങിയുള്ള ഏജൻസി, അതുപോലെയുള്ള ഏജൻസികളിലാണ് ജോലി ലഭിക്കുക. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി, IIST.
ഇതിലെ IIST എന്ന് പറയുന്നത് കേരളത്തിലാണ്, ട്രിവാൻഡ്രത്താണ്. ഈ ഇതുപോലുള്ള ഒറ്റ സ്ഥാപനമേ ഇന്ത്യയിലുള്ളൂ, അത് ട്രിവാൻഡ്രത്താണെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സ്റ്റഡീസ് ഒക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്, കരിക്കുലത്തിലുള്ളത്, പഠിക്കാനുള്ള പാഠ്യവിഷയം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ എലിജിബിലിറ്റി +2 ഫിസിക്സും കെമിസ്ട്രിയും, +2 ഫിസിക്സും കെമിസ്ട്രിയും, പിന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ 70% കൂടി മാർക്കോടെ പാസ്സാവണം. കൂടാതെ ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് JEE മെയിൻ പരീക്ഷ വെച്ചുകൊണ്ടാണ്. പക്ഷേ JEE അഡ്വാൻസിൽ 10,000 റാങ്കിന്റെ താഴെ വരുന്ന വിദ്യാർത്ഥികളിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. അതായത് JEE അഡ്വാൻസിൽ എഴുതി 10,000 റാങ്കിന്റെ താഴെ ഉള്ളിൽ വരികയും JEE മെയിൻ എക്സാമിനേഷന് നല്ല റാങ്ക് നേടുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് IISTയിൽ അഡ്മിഷൻ ലഭിക്കുക. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ IIST എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ പറയുന്ന IISTയിൽ കിട്ടുന്ന പഠിക്കാവുന്ന കോഴ്സുകൾ BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അതുപോലെ BTech ഏവിയോണിക്സ്, അതുപോലെ BTech MS ഓർ MTech ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എന്ന രീതിയിലൊക്കെ ഈ കോഴ്സുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ചില വ്യവസ്ഥകൾക്കനുസൃതമായി, എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ അല്ല, ചില വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് ചില കോഴ്സുകളിലൊക്കെ പൂർണ്ണമായും സൗജന്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് താല്പര്യപ്പെടുന്നവർ ശ്രദ്ധിക്കുക. എയറോസ്പേസ് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്നില്ല. മെക്കാനിക്കൽ പോലെയുള്ള, ഇലക്ട്രിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകൾ പഠിച്ച് ചില പ്രത്യേക ആഡ് ഓൺ കോഴ്സിലൂടെയോ മറ്റും നിങ്ങൾക്ക് എയറോസ്പേസ് എഞ്ചിനീയർ ആവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ISRO ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ടെസ്സി തോമസ്, അവരെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ, എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ വളരെ പ്രബലരായ ഈ രണ്ട് വ്യക്തികളും എയറോസ്പേസ്, അവരുടെ BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു രംഗത്തോട്ട് ജോലിയിൽ വരാൻ ആഗ്രഹിക്കുന്നവര് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തന്നെ കഴിയണമെന്നില്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പോലെയുള്ള BTech എടുത്തതിന് ശേഷം എയറോസ്പേസ് എഞ്ചിനീയർ എന്ന് പറയുന്ന രീതിയിലോട്ട് എത്താനും വഴിയുണ്ട്. അപ്പൊ എയറോസ്പേസ് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തന്നെ നിർബന്ധമായും എടുക്കണമെന്ന നിർബന്ധമില്ല എന്നതാണ് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത്. ഇനി പെട്രോളിയം എഞ്ചിനീയറിംഗ്, നമുക്കറിയാം പെട്രോൾ, ഡീസൽ എന്നിവയാണ് നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഈ പെട്രോളിയം എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിയം, അതേപോലെ പെട്രോള്, ഡീസല്, പാരഫിൻ വാക്സ്, ബിറ്റുമിൻ, ഇങ്ങനെ കുറെ സാധനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളെയാണ് പെട്രോളിയം എഞ്ചിനീയർ എന്ന് പറയാം. പെട്രോളിയം എഞ്ചിനീയറിംഗിന് വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. സ്കൂൾ ഓഫ് പെട്രോളിയം ടെക്നോളജി ഉണ്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി ഉണ്ട്, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ഉണ്ട്, അതുപോലെ മഹാരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമുള്ള എൻട്രൻസ് പരീക്ഷകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ ടു പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂൺ, ഈ പറയുന്ന സ്ഥാപനത്തിലോട്ട് പെട്രോളിയം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ UPSET എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. അതേസമയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി, റായ്ബറേലി, അതുപോലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ധൻബാദ്, ഇവിടെ അഡ്മിഷൻ നടക്കേണ്ടത് JEE അഡ്വാൻസ്ഡ് വഴിയാണ്. അതായത് IIT എൻട്രൻസ് വഴിയാണ് ഇവിടെ അഡ്മിഷൻ നടക്കുക. അതുപോലെ MITയിലെ പെട്രോളിയം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയും JEE അഡ്വാൻസ്ഡ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പെട്രോളിയം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് പല രീതിയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി പെട്രോളിയം എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എഞ്ചിനീയറിംഗ്, വിശാഖപട്ടണത്തിൽ ഉള്ള ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ BTech പെട്രോളിയം എഞ്ചിനീയറിംഗും BTech കെമിക്കൽ എഞ്ചിനീയറിംഗുമാണ്. ഇവിടെയുള്ള അഡ്മിഷൻ JEE അഡ്വാൻസ്ഡ് വഴിയാണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നു, ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലി കോഴ്സാണ് ഫുഡ് ടെക്നോളജി. പക്ഷെ ഫുഡ് ടെക്നോളജി ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജിസ്റ്റ് ആവണം, നല്ല ജോലി വേണം, നല്ല സാലറി വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ ഈ രംഗത്തുള്ള ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലാണ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നാണ് നിഫ്റ്റം സോനിപ്പെട്ട്,
അതുപോലെ ഇവിടെയുള്ള പിന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പിന്നെ ബിടെക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ബിടെക് ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്. ഇവിടെയുള്ള അഡ്മിഷൻ JEE മെയിൻ വഴിയാണ്, JEE മെയിൻ പരീക്ഷ വഴിയാണ് എഴുതേണ്ടത്, അഡ്മിഷൻ നടക്കുക. അതുപോലെ ഈ ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ സുപ്രസിദ്ധമായ മറ്റൊരു സ്ഥാപനമാണ് സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. ഇത് സ്ഥിതി ചെയ്യുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ മൈസൂരിലാണ്. പിന്നെ ഇന്ത്യയിലെ ഫുഡ് ടെക്നോളജി പഠനത്തിന് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെയും അഡ്മിഷൻ JEE പരീക്ഷ വഴിയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ പിന്നെ ബിടെക്കിന് പുറമെ MSc കൂടി, MSc ഫുഡ് ടെക്നോളജി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ MSc ഫുഡ് ടെക്നോളജി ഈ സ്ഥാപനത്തിൽ കംപ്ലീറ്റ് ചെയ്ത 100% പേർക്കും പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ മറ്റൊരു പിന്നെ സ്ഥാപനമാണ് ഈ ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് തഞ്ചാവൂരിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി. ഇത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. ബിടെക് MTech കോഴ്സുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് JEE പരീക്ഷ വഴിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ ഫുഡ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനമുണ്ട്, കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. പിന്നെ നമ്മൾ പലർക്കും അറിയില്ലായിരിക്കും, മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്ക് സമീപമുള്ള തവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കോളേജ് ഉള്ളത്. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത്, നേരത്തെ ഫുഡ് ടെക്നോളജി പിന്നെ കോഴ്സായിരുന്നു, ഇവിടെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഫുഡ് എഞ്ചിനീയറിംഗ് ഇവിടെയുണ്ട്. അതിലെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിലേക്കുള്ള 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയും എഴുതാൻ അവസരമുള്ള കീം എൻട്രൻസ് പരീക്ഷ വഴിയും, അതുപോലെ 15% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഇനിയും നിങ്ങൾക്ക് എഴുതാൻ അവസരമുള്ള ഐക്കാർ എൻട്രൻസ് വഴിയുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പിന്നെ അല്ലെങ്കിൽ കാർഷിക വിളകൾ അല്ലെങ്കിൽ കാർഷിക രംഗവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ സമ്പൽ വ്യവസ്ഥ പലപ്പോഴും കാർഷിക ഉൽപ്പന്നങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കോഴ്സാണ് തവനൂരിലുള്ള കേളപ്പജി എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഫുഡ് ടെക്നോളജി ആയിരുന്നു. ഇവിടെ ഈ സ്ഥാപനത്തിൽ 2 എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ഒന്ന് ഫുഡ് എഞ്ചിനീയറിംഗ്, മറ്റൊന്ന് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന്റെ 85% സീറ്റ് കീം എൻട്രൻസ് വഴിയും 15% സീറ്റുകൾ ഐക്കാർ എൻട്രൻസ് വഴിയുമാണ്. ഇതേ സ്ഥാപനത്തിലുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് ബിടെക് ഫുഡ് എഞ്ചിനീയറിംഗ്. അതൊരു സെൽഫ് ഫൈനാൻസിങ് കോഴ്സാണ്. അതുപോലെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ സമ്മിശ്ര രൂപം. ഓക്കെ, അതാണ് പിന്നെ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ശ്രദ്ധിക്കുക. ഇനി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് നമുക്കറിയാം. ഈ കേരളത്തിലെ, അതായത് കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലും സെൽഫ് ഫൈനാൻസിങ് കോളേജിലും ഒക്കെ ബിടെക്കിന് അഡ്മിഷൻ നേടാൻ വേണ്ടി നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് പരീക്ഷ കീം പരീക്ഷയാണ്. ആ കീം പരീക്ഷയുടെ ഡേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തു, ജൂലൈ 24. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പിന്നെ ആഗ്രഹമുള്ളവർ അത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. 50% മാർക്ക് +2 മാർക്കിന്റെയും 50% കീം എൻട്രൻസിനും റാങ്കിനും വെയിറ്റേജ് നൽകിക്കൊണ്ടാണ് ഓവറോൾ റാങ്ക് തീരുമാനിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ആർക്കിടെക്ചർ ആവാൻ, ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ, വലിയ വലിയ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ഒക്കെ ഒരു ആർക്കിടെക്ട് ഉണ്ടാവും. അപ്പോൾ ഈ ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടി ഉണ്ടാവേണ്ട യോഗ്യതയാണ് BArch. ഇന്ത്യയിൽ IIT-കളിൽ BArch പഠനത്തിന് അവസരമുണ്ട്, NIT-കളിൽ BArch പഠനത്തിന് അവസരമുണ്ട്. അതല്ലാത്ത കേരളത്തിലെ വിവിധങ്ങളായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BArch പഠനത്തിന് അവസരമുണ്ട്. അപ്പോൾ IIT-കളിൽ പിന്നെ BArch പഠനം നടത്തണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്ത് AAT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവണം ഇവിടെ IIT-കളിൽ BArch പഠിക്കണമെങ്കിൽ. അതേസമയം നിങ്ങൾ NIT-യിലാണ് BArch പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾ JEE മെയിൻ പരീക്ഷയിലെ സെക്കൻഡ് പേപ്പറായ ആർക്കിടെക്ചർ പേപ്പർ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതുപോലെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BArch പഠിക്കണമെങ്കിൽ നിങ്ങൾ NATA ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഡിസൈൻ പഠിക്കണമെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം കാർ ഡിസൈൻ ചെയ്യാം, അതുപോലെ ഫുട്വെയർ ഡിസൈൻ ചെയ്യാം, അതുപോലെ പല രീതിയിലുള്ള ഡിസൈൻ, പിന്നെ നമ്മുടെ ഡെയിലി ജ്വല്ലറി ഡിസൈനർ ഉണ്ട്. ഇതൊക്കെ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതിലൊന്നാണ് IIT-കളിൽ പിന്നെ ഡിസൈനിങ് പഠിക്കാം, NID-കളിൽ ഡിസൈനിങ് പഠിക്കാം, നിഫ്റ്റിൽ ഡിസൈനിങ് പഠിക്കാം, IIFTK അത് കേരളത്തിലുള്ള ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥാപനമാണ്.
പിന്നെ IIFTK എന്ന് പറയുന്നത്, അതുപോലെ ATDC എന്ന് പറയുന്ന സെന്ററുകൾ, ഇതിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതിലെ ഈ പിന്നെ IIT-കളിൽ, അതുപോലെ തന്നെ നിഫ്റ്റിലൊക്കെ അല്ലെങ്കിൽ NID-യിലൊക്കെ നിങ്ങൾ ഡിസൈനിങ് കോഴ്സുമായിട്ട്, ഇപ്പൊ നമുക്കറിയാം പിന്നെ ഡോക്ടർ ആവാൻ പഠിക്കേണ്ട കോഴ്സ് MBBS, അതുപോലെ തന്നെ നമ്മൾ പിന്നെ വെറ്റിനറി ഡോക്ടർ ആവാൻ BVSC, അതുപോലെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കോഴ്സ് എഞ്ചിനീയർക്ക് വേണ്ട ഡിഗ്രി BTech, അതുപോലെ ഡിസൈനർ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസൈനർക്ക് വേണ്ട യോഗ്യതയാണ് BDES. അതിൻ്റെ BDES എന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സാണ്. അതിൻ്റെ പിന്നെ PG കോഴ്സാണ് MDES. അതുപോലെ ഇതുമായി MBA കോഴ്സുണ്ട്. അതുപോലെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് BFTech. അങ്ങനെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോഴ്സുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. ഇതിൽ IIT-കളിലാണ് നിങ്ങൾ പിന്നെ ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ UCD എൻട്രൻസ് പിന്നെ ക്വാളിഫൈ ചെയ്യണം. NID-യിലാണ് ഡിസൈനിങ് കോഴ്സ് പഠിക്കുന്നതെങ്കിൽ പിന്നെ DAT എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം. നിഫ്റ്റിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഒരു IIT ഉണ്ട്. കേരളത്തിൽ IIT-യിൽ ഡിസൈൻ പഠിക്കാൻ പിന്നെ അവസരമില്ല. ഗോഹട്ടി IIT, ബോംബെ IIT, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിസൈനിങ് കോഴ്സുകളുള്ള IIT-കൾ. അതുപോലെ NID-കൾ, NID എന്ന് പറയുമ്പോൾ ഒന്നിലധികം ക്യാമ്പസുകൾ NID-യുടെ ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്. അപ്പോൾ ഈ NID-കളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഡിസൈനിങ് കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ DAT എൻട്രൻസ് എഴുതണം. അതേസമയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, ഡിസൈനിങ് പഠിക്കാൻ ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം, അത് 14 ഉണ്ട് ഇന്ത്യയിൽ. അതിലൊന്ന് കേരളത്തിലുണ്ട്, അത് കണ്ണൂരിലാണ്. അവിടെ എഴുതുമ്പോൾ അവിടെ ഡിസൈനിങ് കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നിഫ്റ്റ് എൻട്രൻസ് എഴുതേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പിന്നെ ഇത് ആയുഷ് കോഴ്സുകൾ, ആയുർവേദ, അതേപോലെ യുനാനി, ഇങ്ങനെയുള്ള കോഴ്സുകൾ, പിന്നെ ആയുർവേദ, അതേപോലെ യുനാനി, ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള സിദ്ധ, ഇത്തരം പിന്നെ വൈദ്യശാസ്ത്ര മേഖലകളാണ് പൊതുവെ നമ്മൾ എന്ത് പറയണ ആയുഷ് കോഴ്സുകൾ എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്നാണ്, U എന്ന് പറഞ്ഞാൽ യുനാനി എന്നാണ്, S എന്ന് പറഞ്ഞാൽ സിദ്ധ. ആയുഷ് കോഴ്സിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വൈദ്യശാസ്ത്ര മേഖലയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എന്താണ് ഈ ആയുഷ് കോഴ്സുകളിലെ പ്രധാനപ്പെട്ട ഡിഗ്രീസ് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ്, ബാച്ചുലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചുലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി. ഈ പറയുന്ന ആയുഷ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് നീറ്റ് പരീക്ഷ വെച്ചിട്ടാണ്. ഇനി ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ, ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അഗ്രികൾച്ചർ പഠനത്തിന് ഇന്ത്യയിലെ ഒരുപാട് സാധ്യതകളുണ്ട്. പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ കോഴ്സുകൾ BSc അഗ്രികൾച്ചർ. ഇപ്പം നമ്മളെ നാട്ടിൽ കൃഷി ഓഫീസർ ഉണ്ട്. കൃഷി ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട യോഗ്യത BSc അഗ്രികൾച്ചറാണ്. BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc ഹോർട്ടിക്കൾച്ചർ, BSc ഫ്ലോറിക്കൾച്ചർ, ഇങ്ങനെ അഗ്രികൾച്ചറൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് എൻട്രൻസ്, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് പരീക്ഷ വെച്ചിട്ടാണ്. ഇനി കേരളത്തിലെ പിന്നെ അഗ്രികൾച്ചർ പഠനത്തിന് സൗകര്യമുള്ളത് ഗവൺമെന്റ് മേഖലയിൽ മാത്രമാണ്, പ്രൈവറ്റ് മേഖലയിൽ ഇല്ല. ഗവൺമെന്റ് മേഖലയിൽ കേരളത്തിൽ പഠന സാധ്യത പഠനം അഗ്രികൾച്ചർ മേഖലയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. അതുപോലെ ഫിഷറീസ്, മത്സ്യ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മത്സ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സമകാലിക ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഫിഷറീസ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ടുള്ള കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഫിഷറീസ് അഥവാ BFSC. ഇതിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് പരീക്ഷ വെച്ചുകൊണ്ടാണ്. ഓക്കെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ പിന്നെ ഈ കേരളത്തില് പിന്നെ BFSC കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക് സയൻസ് എന്ന് പറയുന്നു. അതാണ് ഈ സ്ഥാപനത്തിന്റെ പിന്നെ കുഫോസിന്റെ പൂർണ്ണ രൂപം. ലോകത്ത് തന്നെ 5 സമുദ്ര സർവകലാശാലകളേ ഉള്ളൂ. അതിലൊന്ന് ഒന്ന് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലുള്ള ഏക സമുദ്ര സർവകലാശാല അത് നമ്മുടെ കേരളത്തിലാണ്. കുഫോസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. കേരളത്തിലുള്ള പിന്നെ കൊച്ചി പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിലുള്ള BFSC കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് പരീക്ഷ വെച്ചിട്ടാണ്. ഇനി ഇതേപോലെ പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, മൺസൂൺ ടൂറിസം, ഇങ്ങനെ നിരവധി ടൂറിസ്റ്റ് മേഖലകൾ ഇന്ന് സജീവമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം അത് നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് IITTM. IITTM-ന് ഗോളിയോർ, ഭുവനേശ്വർ, ഡൽഹി, ഗോവ, നെല്ലൂർ അങ്ങനെ 5 ക്യാമ്പസുകളുണ്ട്.
അതുപോലെ ഈ ടൂറിസം അഥവാ ട്രാവൽ ആൻഡ് ടൂറിസം, ഇത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടോ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ എല്ലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റിയും പിന്നെ മറ്റും സാധ്യത, പഠന ചെലവ് കുറയുന്നതും, അതുപോലെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കുന്നതുമെല്ലാം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ മേഖലയിൽ ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കേരളത്തിലുള്ള കിഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഇപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെയാണ് ഈ രംഗത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിലെ സ്ഥാപനമായ കിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ചില കോഴ്സുകളുണ്ട്. അയാട്ട കോഴ്സ് ഉണ്ട്, 4 മാസമേ ഉള്ളൂ. അയാട്ട ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്, എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ ടൂറിസം പബ്ലിക് റിലേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഉണ്ട്, PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, BBA ടൂറിസം മാനേജ്മെന്റ്, MBA, ഇങ്ങനെ നിരവധി കോഴ്സുകൾ ഈ കിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ സോഷ്യൽ സയൻസ് പഠിച്ച ആളുകൾ എൻ്റെ ഫീൽഡ് ഇനി സോഷ്യൽ സയൻസ് ആണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ്. ഓക്കെ. അതുപോലെ ഇന്ത്യയിൽ സോഷ്യൽ സയൻസ് പഠനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIT മദ്രാസ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ ഇന്ത്യക്കാരും ഒന്നുകിൽ പഠിച്ചിറങ്ങിയത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നോ അല്ലെങ്കിൽ IIT മദ്രാസ് പോലെയുള്ള, IIT മദ്രാസിലെ ടെക്നോളജിക്കൽ സ്റ്റഡിക്കൊപ്പം സോഷ്യൽ സയൻസ് പഠനം കൂടി അവിടെ ലഭ്യമാണ്. അപ്പൊ അതാണ് അത്തരം കോഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, IIT മദ്രാസ്, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അസിം പ്രേംജി ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇവയൊക്കെയാണ് ഇന്ത്യയിലെ സോഷ്യൽ സയൻസ് പഠനത്തിന്റെ പ്രധാനപ്പെട്ട പഠന കേന്ദ്രങ്ങൾ. അപ്പൊ ഇതിനകത്ത് പിന്നെ അഡ്മിഷൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലേക്കുള്ള അഡ്മിഷൻ ടിസ്ബാറ്റ് എൻട്രൻസ് വഴിയാണ്. IIT മദ്രാസിലേക്കുള്ള അഡ്മിഷൻ HSEE എൻട്രൻസ് പരീക്ഷ വഴിയാണ്. അതുപോലെ സൈക്കോളജി പഠനം, 2 തരം സൈക്കോളജി ഡിഗ്രികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്, BSc സൈക്കോളജി, BA സൈക്കോളജി. പക്ഷെ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സൈക്കോളജി വെറും ഒരു ഡിഗ്രി എടുത്തതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു കരിയർ ഉറപ്പിക്കണമെങ്കിൽ അതിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, അതുപോലെ MPhil തുടങ്ങിയിട്ടുള്ള ഉന്നത യോഗ്യതകളുള്ള ആളുകൾക്കാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പലപ്പോഴും ജോലി ചെയ്യാനാവുക. പലപ്പോഴും സൈക്കോളജി എന്ന് പറയുന്ന പേരിന്റെ ഒരു അല്ലെങ്കിൽ ആ പേരിനോടുള്ള ഒരു അഭിനിവേശം കൊണ്ട് അതിന്റെ പിന്നെ ഉള്ളുകളികൾ അറിയാതെ പലരും ഇതിന് പോയി പിന്നീട് ബുദ്ധിമുട്ടാകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് പറയാണ്, ഈ സൈക്കോളജി പഠനം പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നുവെങ്കിൽ അത് അതിന്റെ ഹയർ സ്റ്റഡി കൂടി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് അത് കൂടുതൽ ഇണങ്ങുക എന്ന് മനസ്സിലാക്കുക. ഇനി അത് പിന്നെ പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ, നിംഹാൻസിൽ പഠിക്കാം, ടിസിൽ പഠിക്കാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റലി ഹാൻഡിക്കേപ്ഡ് ഹൈദരാബാദ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് സൈക്കോളജി പഠനം പൂർത്തിയാക്കാം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിന്നെ സൈക്കോളജി പഠനത്തിന് നിംഹാൻസ് ബാംഗ്ലൂർ. അതിന്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ കേരളത്തിലെ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിൽ അവസരമുണ്ട്, മഹാത്മാഗാന്ധി കോളേജ് ട്രിവാൻഡ്രം. ഞാനിത് ഈ പറയുന്ന കാര്യങ്ങൾ പറയാനുള്ള കാരണം പലപ്പോഴും പല കരിയർ ക്ലാസ്സുകളിലും എവിടെയാണ് സൈക്കോളജി പഠിക്കുക എന്നുള്ളത് പലപ്പോഴും ചോദ്യമായി വരാറുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളതിലും വിഭിന്നമായിട്ട് കേരളത്തിലെ കോളേജുകൾ കൂടി ഇവിടെ പ്രതിപാദിക്കുന്നത്. ശ്രീനാരായണ കോളേജ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, ഇങ്ങനെ നിരവധി കോളേജുകളിൽ, ഇപ്പൊ നമ്മുടെ മഞ്ചേരിയിലുള്ള HM കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ സൈക്കോളജി പഠനത്തിന് അവസരമുണ്ട്. അതുപോലെ ജേർണലിസ്റ്റ് ആവുക, അല്ലെ, നമ്മളെ പലപ്പോഴും ഓർക്കുന്ന ഒരു പിന്നെ പേരാണ് കരൺ തപ്പറിനെ പോലെയുള്ള പിന്നെ വളരെ പ്രസിദ്ധരായിട്ടുള്ള പിന്നെ ജേർണലിസ്റ്റുകളാവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകൾ സയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ ആ മേഖലയിലോട്ട് തിരിഞ്ഞു പോകാം. അതിന് വേണ്ടിയിട്ട് പഠിക്കാവുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോഷർ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി, അതുപോലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സിംബയോസിസ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അണ്ണാ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഭാരതിയാർ, അങ്ങനെ നിരവധി നല്ല മികവാർന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിന് വേണ്ടി അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഓസ്കാർ വിന്നർ ആവാൻ വേണ്ടി, AR റഹ്മാനെ പോലെയുള്ള ഒരു സംഗീതജ്ഞനാവാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നെ പ്രസിദ്ധമായ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് പഠിക്കാം, സിനിമാറ്റോഗ്രഫി പഠിക്കാം, സൗണ്ട് റെക്കോർഡിംഗ് പഠിക്കാം, എഡിറ്റിംഗ് പഠിക്കാം, ഇങ്ങനെ നിരവധി മേഖലകൾ, നിരവധി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. ഇന്ത്യയിലെ സിനിമ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അത് പൂനെയിലാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന പേരാണ്.
അതുപോലെ സത്യജിത് റേ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, MGR ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, ഇങ്ങനെ ഒരുപടി. അതുപോലെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ പഠിക്കാൻ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പിന്നെ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയം. ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ കേരളത്തിലും അകത്തും പുറത്തും പ്രൈവറ്റ് ഫീൽഡിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അത് വേറെയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ MGR ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, നിങ്ങൾ നോക്കുക, നമുക്ക് MBBS കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടർ ആവാം. പക്ഷെ ആ ഡോക്ടർക്ക് എന്തുമാത്രം സാലറി എന്നുള്ളത് ഒരു വിഷയമാണ്. അപ്പോൾ അതേസമയം മികച്ച പ്ലേസ്മെന്റും അതുപോലെ ജോലി ഉറപ്പുള്ളതുമായ ഒരു പിന്നെ പഠനമാണ് മാനേജ്മെന്റ് പഠനം. സാധാരണ രീതിയിൽ മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക MBA ആണ്. MBAക്ക് പോകണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാലാണ് MBAക്ക് പോകാൻ സാധിക്കുക. പക്ഷേ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നേരിട്ട് MBAക്ക് 5 വർഷത്തെ MBAക്ക് പോകാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. അതിനുള്ള അവസരം IIM-കളിലാണ്. അപ്പോൾ ആ കോഴ്സിനെ നമ്മൾ MBA എന്നല്ല പറയാ, +2 കഴിഞ്ഞ് നേരിട്ട് പോകുന്ന 5 വർഷത്തെ MBA, പിന്നെ ഇന്റഗ്രേറ്റഡ് MBAക്ക് പറയുന്ന പേര് IPM എന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ പിന്നെ കോഴ്സിന്റെ ഒരു പ്രത്യേകത, ഇത് ഇറങ്ങുന്ന 100% പേർക്കും കരിയർ ഉറപ്പാണ്. അത് കരിയർ പ്ലേസ്മെന്റിലൂടെ തന്നെ അവർക്ക് ജോലി ലഭിക്കുന്നു, മികച്ച സാലറിയും ലഭിക്കും. അപ്പം അത്തരം കോഴ്സുകളുള്ള സ്ഥാപനങ്ങളൊന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ, അതുപോലെ മറ്റൊന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് റാഞ്ചി. ഈ പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത് ലഭ്യമാണ്. അപ്പോൾ 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ IPM എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുക. IPM കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന IIMs-കൾ ഇവയാണ്: IIM ഇൻഡോർ, IIM റോത്തക്, IIM റാഞ്ചി, IIM ജമ്മു, IIM ബോധ്ഗയ. ഇത്തരം ഇന്ത്യയിലെ 20-ൽ പരം IIM-കളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു IIM കോഴിക്കോടുണ്ട്. ആ IIM-ൽ IPM കോഴ്സ് ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കിയ, ഇന്ത്യയിലെ IIM-കളിൽ 5 IIM-കളിലാണ് IPM കോഴ്സ് ഉള്ളത്: IIM ഇൻഡോർ, IIM റോത്തക്, IIM റാഞ്ചി, IIM ജമ്മു, IIM ബോധ്ഗയ. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണിത്. നിങ്ങൾ പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും വെറുതെ നിൽക്കേണ്ടതായി വരില്ല. മികച്ച പ്ലേസ്മെന്റ് ലഭിക്കും. പ്ലേസ്മെന്റിലൂടെ ജോലി ഉറപ്പ്, മികച്ച സാലറിയും ലഭിക്കും. ഇപ്പൊ നിങ്ങൾ PC മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വയനാട് സ്വദേശിയാണ്. 2005-ൽ 50,000 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനമെങ്കിൽ ഇന്ന് 2021-ൽ 500 കോടിക്കധികം, 500 കോടിയുടെ മുകളിലാണ് അദ്ദേഹത്തിന്റെ പിന്നെ സമ്പാദ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാനേജ്മെന്റ് ഏരിയയിൽ പിന്നെ മികവ് പുലർത്തിയ ഒരാളാണ്. അതുപോലെ ബൈജൂസ് ആപ്പ് വഴി ബൈജു രവീന്ദ്രനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 202 ലക്ഷമാണ് 2011-ലെ സമ്പാദ്യമെങ്കിൽ 3300 കോടിക്ക് മുകളിലാണ് 2021-ലെ സമ്പാദ്യം. വളരെ മികച്ച പ്ലേസ്മെന്റ്, വളരെ മികച്ച പിന്നെ പ്ലേസ്മെന്റിലൂടെ മികച്ച രീതിയിൽ കരിയർ കെട്ടിപ്പിടിക്കാവുന്ന ഒരു മേഖലയാണ് മാനേജ്മെന്റ്. ഇതുപോലെ കൂട്ടത്തില് നമ്മളെ ടെക്നിക്കൽ സ്റ്റഡിയുടെയും അതുപോലെ MBBS സ്റ്റഡിയുടെയും മാനേജ്മെന്റ് സ്റ്റഡിയുടെയും ഇടയിൽ പിന്നെ എന്താണ് മാറി നിൽക്കുന്ന, വലിയ സ്കോപ്പ് ഒന്നുമില്ല എന്ന ധാരണയിൽ നിൽക്കുന്ന ഒരു രംഗമാണ് ലാംഗ്വേജ് സ്റ്റഡീസ്. എന്നാൽ അങ്ങനെയല്ല. മികവാർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികവാർന്ന രീതിയിൽ പ്ലേസ്ഡ് ആവുകയും നല്ല സാലറി വാങ്ങാനുള്ള അവസരമുണ്ട്. ഈ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ BA, പിന്നെ മെയിൻ കോഴ്സുകൾ ഇംഗ്ലീഷ്, ഫോറിൻ ലാംഗ്വേജിൽ പഠനം ലഭ്യമാക്കാൻ വേണ്ടി ഏതൊക്കെ ഭാഷകളിൽ ഇന്ത്യയിൽ അതിനുള്ള അവസരമുണ്ട്. ഇംഗ്ലീഷിൽ മികവാർന്ന പഠനത്തിന് അവസരമുണ്ട്, അറബിക്കിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, റഷ്യനിലുണ്ട്, സ്പാനിഷിലുണ്ട്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, സ്പാനിഷിലൊക്കെ നിങ്ങൾ IFLU പോലെയുള്ള ഇന്ത്യയിലെ മികവാർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ മാസത്തിൽ സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കരിയർ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വിദേശ ഭാഷാ പഠനത്തിന് ഏറ്റവും മികവാർന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ആണ്. അതുപോലെ മറ്റൊന്നാണ് IFLU, മറ്റൊന്ന് JMI ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിന്റെ ക്യാമ്പസുകളെ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി ഈ പറയുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അഡ്മിഷൻ അവരവർ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ്. അതുപോലെ മറ്റൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പിന്നെ പഠനം, അല്ലെങ്കിൽ ആ രംഗത്ത് പഠനം ആഗ്രഹിക്കുന്നവർ എപ്പോഴും മനസ്സിലാക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ PG ലെവലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡിഗ്രി ലെവലിൽ BTech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ ഹയർ ലെവലിൽ PG ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഈ BTech തുടങ്ങിയത് ഇപ്പൊ നമുക്കറിയാം, പിന്നെ അമേരിക്ക പോലെയുള്ള വൻകിട സാമ്പത്തിക ശക്തികൾക്ക് പുറമെ 3 ലോക രാജ്യങ്ങളിൽ
ഈ AI-യിലെ ബിടെക് ഉള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. 2020 ആദ്യമായി ഹൈദരാബാദ് IIT-യിൽ ബിടെക് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയത്. 20 സീറ്റുകൾ മാത്രമേ അവിടെയുള്ളൂ. JEE മെയിൻ പരീക്ഷ വഴിയാണ് അവിടെ അഡ്മിഷൻ നടക്കുക. മറ്റു ബിടെക്കിന് പുറമെ നിരവധി കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഇന്ത്യയിലുണ്ട് എങ്കിലും ബിടെക് കോഴ്സ് ഒരു പബ്ലിക് സ്ഥാപനത്തിൽ ആദ്യമായി തുടങ്ങിയത്. ഒരുപക്ഷെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ആദ്യമേ AI കോഴ്സുകൾ ഉണ്ട് എങ്കിലും ഒരു IIT-യിൽ കഴിഞ്ഞ വർഷം 2020 മുതലാണ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കോഴ്സ് ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുക. അതുപോലെ മെക്കട്രോണിക്സ്, ആളില്ലാത്ത കാറുകളൊക്കെ രംഗപ്രവേശം ചെയ്യുന്ന കാലമാണ്. മെക്കാനിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ് മെക്കട്രോണിക്സ്. അപ്പോൾ മെക്കട്രോണിക്സിന് എയറോനോട്ടിക്കൽ സയൻസ്, ബയോമെഡിക്കൽ സിസ്റ്റം, എയറോസ്പേസ് റിസർച്ച് ഇങ്ങനെ നിരവധി മേഖലകളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മെക്കട്രോണിക്സിൽ ബിടെക്, എംടെക്, PhD പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇവിടെ മെക്കട്രോണിക്സിൽ ബിടെക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് IIT ഖരഗ്പൂർ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും കൊമേഴ്സുകാരുടെ ഫീൽഡ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഫീൽഡാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കോഴ്സ് എന്ന് പറയുന്നത് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും +2-ൽ സയൻസ് പഠിച്ചവരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാരണം മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൊമേഴ്സുകാരെക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ടാലന്റ് സയൻസുകാർക്ക് അവകാശപ്പെടാനാകുന്നത് കൊണ്ട് അവർക്ക് നന്നായി വഴങ്ങുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിങ് കോഴ്സുകൾ. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ CA, അതായത് ചുരുക്കരുമാണ് CA, ACCA, ഇന്റർനാഷണൽ CA എന്നറിയപ്പെടുന്ന ACCA, CPA, CMA, CS, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് കോഴ്സുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ പുതിയൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. CA, ACCA, CPA ഒക്കെ കഴിഞ്ഞവര് PGക്ക് ഇക്വലന്റ് ആണ്. അവർക്ക് നേരിട്ട് കോളേജ് ലെക്ചർ ആവാനുള്ള നെറ്റ് പരീക്ഷ നേരിട്ട് എഴുതാം എന്നുള്ള ഒരു ഉത്തരവ് ഈ 2 മാസങ്ങൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ അത് മനസ്സിലാക്കുക. CA, ACCA, CPA തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിങ് കോഴ്സുകൾ ഇപ്പോൾ PGക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് JRF പോലെയുള്ള അല്ലെങ്കിൽ നെറ്റ് പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ നേരിട്ട് എഴുതാനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ CMA എന്ന് പറയുന്ന കോഴ്സൊക്കെ വേണമെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് താല്പര്യപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സയൻസും ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ പോലീസിലൊക്കെ ജോലി താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അത് വലിയ താല്പര്യത്തോടെ അന്വേഷിക്കാറുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഫോറൻസിക് സയൻസിന് പഠിച്ചാൽ കിട്ടുന്ന ഗുണം, ആ ഗുണം അതായത് നമ്മളെ കേരള പോലീസിലൊക്കെ പറയുകയാണെങ്കിൽ ഫോറൻസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്യുമെന്റ് വിങ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് കള്ളപ്രമാണങ്ങൾ, അതുപോലെ തന്നെ കള്ള നോട്ടുകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു വിങ്ങുണ്ട്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഒരാളുടെ ശരീരത്തിൽ നിന്നും അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടി ആന്തരികാവയവങ്ങൾ ചെക്ക് ചെയ്ത് അവരെ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഒരു വിങ് വേറെയുണ്ട്. അപ്പൊ ഈ വിങ്ങിലോട്ട്, അതായത് ഫോറൻസിക്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രേത പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, എംപ്ലോയി ചെയ്യുന്ന ആ ഒരു ഉദ്യോഗം ലഭിക്കാൻ വേണ്ടി MSc കെമിസ്ട്രി ചെയ്താൽ മതി. ഡോക്യുമെന്റ് വിങ്ങിൽ പോയാൽ MSc ഫിസിക്സ് ചെയ്താൽ മതി. അപ്പൊ ചുരുക്കത്തിൽ ഫോറൻസിക്സ് ചെയ്താലുള്ള പ്രത്യേകിച്ചുള്ള ഫോറൻസിക് കോഴ്സ് ചെയ്താൽ കിട്ടുന്ന എല്ലാ പ്രയോജനങ്ങളും MSc ഫിസിക്സോ MSc കെമിസ്ട്രിയോ ചെയ്താൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഫോറൻസിക് സയൻസ് അതൊരു വലിയ അട്രാക്റ്റീവ് ബ്രാഞ്ചായിട്ട് പരിഗണിക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും ഫോറൻസിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഇത് പഠിക്കാൻ ഫോറൻസിക്സ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് LN ലോക്നായക് ജയപ്രകാശ് നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. അങ്ങനെ തുടങ്ങി TIS മുംബൈ വരെയുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ രംഗത്തുണ്ട്. അതുപോലെ ഡിഗ്രി കോഴ്സുകൾ, ഇപ്പം നമ്മൾ സയൻസ് കഴിഞ്ഞാൽ നിരവധി ഡിഗ്രി കോഴ്സ് ഉണ്ട്. BSc കോഴ്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc മാത്സ്, അതുപോലെ BSc ബോട്ടണി, BSc സുവോളജി, അതുപോലെ BSc നാനോ ടെക്നോളജി, BSc ജിയോളജി, അങ്ങനെ നിരവധി BSc കോഴ്സുകളുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലൊക്കെ BSc കോഴ്സുകൾ 3 വർഷമാണ്. അതേസമയം 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. അതുപോലെ BA സയൻസ് കഴിഞ്ഞവർക്ക് BA 3 വർഷത്തെ BA കോഴ്സിന് പോകാം. ഇന്റഗ്രേറ്റഡ് MA 5 വർഷത്തെ കോഴ്സിന് പോകാം. അതുപോലെ 3 വർഷത്തെ BBA കോഴ്സിന് പോകാം. 3 വർഷത്തെ BCom കോഴ്സിന് പോകാം. 3 വർഷത്തെ BCA കോഴ്സിന് പോകാം. സയൻസ് കഴിഞ്ഞവർക്ക് BA എന്നോ BCA എന്നോ BCom എന്നോ BSc എന്നോ വ്യത്യാസമില്ലാതെ പോകാവുന്നതാണ്. ഇനി ഇതിലെ ഈ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് പ്രധാനമായും ഉള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്.
ഇന്ത്യയിൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലേക്ക് അവിടെയാണ് BA MA മൊത്തത്തിൽ പഠിക്കാൻ കഴിയുന്ന 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഉള്ളത്. ആ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് CUCH CET, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് കേട്ടോ. അതേസമയം പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്തു വരുന്ന മറ്റു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ തനിയെ എഴുതണം. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനാണ് എങ്കിൽ QCET എൻട്രൻസ് പരീക്ഷ എഴുതണം. 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ കേസാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും 3 ഇയർ പ്രോഗ്രാമിന് 3 വർഷത്തെ ഡിഗ്രിക്ക് നമ്മുടെ നാട്ടിലെന്ന പോലെ +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും പിന്നെ അഡ്മിഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ AMU അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ചിത്രമാണ് സ്ക്രീനിലുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് ഡാറ്റ സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കാം. അങ്ങനെ പല രീതിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BSTAT എന്ന് പറയുന്നത്. അവിടെ BSTAT പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. ഈ സ്ഥാപനത്തിന് 3 ക്യാമ്പസുകളുണ്ട്. അതിലൊന്ന് ചെന്നൈയിലുണ്ട്, ആസ്ഥാനം കൽക്കട്ടയാണ്. ഇവിടെ എഴുതേണ്ട ഇവിടെയുള്ള പിന്നെ എൻട്രൻസ് പരീക്ഷ വഴിയാണ് അഡ്മിഷൻ എടുക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി പിന്നെ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ലോ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, അതുപോലെ കുസാറ്റിൽ പിന്നെ നമുക്ക് ലോ പഠിക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റ് ലോ കോളേജുകളിലുണ്ട്, സിംബയോസിസ് തുടങ്ങിയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ ഇവിടെയുള്ള കോഴ്സുകൾ ഒന്നുകിൽ 3 വർഷത്തെ LLB ഉണ്ട്. പിന്നെ അതായത് 3 വർഷത്തെ LLBക്ക് പോകണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞാൽ പഠിക്കാവുന്ന LLB 5 ഇയർ പഠിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട അതായത് ഇന്ത്യയിൽ ഒരുപാട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ലോ പഠിക്കാൻ ഏറ്റവും പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ക്ലാറ്റ് എൻട്രൻസ് പരീക്ഷ എഴുതണം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി കൊച്ചിയിലാണ്. പിന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ലോ കോളേജുകളുണ്ട്. ലോ കോളേജ് പിന്നെ കോഴിക്കോടുണ്ട്, ലോ കോളേജ് ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെയുള്ള കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റി അല്ലാത്ത കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ലോ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി KLEE എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ എഴുതണം. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ലോയർ, ഒരു ഐക്കണായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് പരിചയപ്പെടുത്തുന്നു, പ്രശാന്ത് ഭൂഷൺ. അതുപോലെ പൈലറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട നമ്മൾ പലരുടെയും ഒരു ആഗ്രഹമാണ് പൈലറ്റ് ആവുക എന്നുള്ളത്. പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി IGRUA. നമ്മൾ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എൻട്രൻസ് പരീക്ഷ വഴിയാണ് അവിടെ സെലക്ഷൻ. പക്ഷേ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴേക്കും ഏകദേശം 50 ലക്ഷം രൂപ ചെലവുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ രംഗത്തില്ല എന്നുള്ളത് കൊണ്ട് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവൂ. അതുപോലെ മറ്റൊന്നാണ് രാജീവ് ഗാന്ധി പൈലറ്റുമായി CPL, അതായത് പിന്നെ വിമാനം പറത്താൻ വേണ്ടി ഇപ്പൊ നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി നമുക്ക് ലൈസൻസ് വേണമെന്ന് പറയുന്നത് പോലെ വിമാനം പറത്താൻ ആവശ്യമുള്ള ലൈസൻസിനെയാണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറയുക. അപ്പൊ ആ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞ റായ്ബറേലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപ പിന്നെ ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ശരിയായ രീതിയിൽ വിശകലനം നടത്തിയതിനു ശേഷമേ ഈ ഒരു രംഗത്തേക്ക് പോകാവൂ. അതുപോലെ മറ്റൊന്നാണ് കുളിനറി ആർട്സ് എന്ന് പറഞ്ഞാൽ ഷെഫാകാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം അല്ലേ. നല്ല പിന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഷെഫായാൽ നല്ല സാലറിയാണ്. ആ ഷെഫാവാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ കിട്ടുന്ന പിന്നെ ആ സാലറിയിലേക്ക് എത്താൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. ആ ബെസ്റ്റ് കുളിനറി ആർട്സിനുമായി ബന്ധപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കുളിനറി ആർട്സ് ഓഫ് ഇന്ത്യ ഹൈദരാബാദ്, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോവളം. ഇതൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെയെല്ലാം അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് പരീക്ഷകൾ എഴുതണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഹോട്ടൽ മാനേജ്മെന്റ്. പിന്നെ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള പിന്നെ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്ന കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഗോളിയോർ ആണ്.
അതിന് പുറമെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം നമ്മളെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വെൽക്കം ഗ്രാജുവേറ്റ് പിന്നെ ഇന്ത്യൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ട് എങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വയനാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അത് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഹോട്ടൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പഠിക്കുമ്പോൾ പിന്നെ എവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ എൻട്രൻസ് പരീക്ഷ എഴുതി പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴാണ് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുക എന്നുള്ളത്. മറ്റു പല കേസുകളിൽ എന്ന പോലെ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ NCHM CT JE എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ വഴിയാണ് നമ്മൾ ഈ ഗവൺമെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ പവറുള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് യോജിച്ച മേഖല എന്ന ഹോട്ടൽ മാനേജ്മെന്റിനെ നമുക്ക് വിലയിരുത്താം. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗോളിയോറിലെ പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനാവുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച പലപ്പോഴും സയൻസ് പഠനം കഴിഞ്ഞു, ഒരുപാടൊന്നും എനിക്ക് പഠിക്കാനാവില്ല, ഷോർട്ട് ടേം കോഴ്സുകൾ ഏതൊക്കെയാണ്, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടാവും. അവർക്ക് വേണ്ടി പരിചയപ്പെടുത്താണ് പോളിടെക്നിക്കിലോട്ട് പോകാം. അതുപോലെ പിന്നെ ഫാഷൻ ഡിസൈനിങ് പിന്നെ പഠിച്ച് തുന്നൽ ടീച്ചറൊക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. GIFD എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാം. അതുപോലെ പിന്നെ ഗവൺമെന്റ് സർവീസിൽ സ്റ്റെനോ, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി തുടങ്ങിയുള്ള പോസ്റ്റുകളൊക്കെ പിന്നെ പോവാൻ PSC എഴുതി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ITIയിൽ പഠിക്കാം. അതുപോലെ ഫാർമസി കോഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഹോമിയോ ഫാർമസി, അതുപോലെ ആയുർവേദ ഫാർമസി ഒക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. അതുപോലെ ചില കോഴ്സുകളുടെ പേരുകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല. ഈ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ പിന്നെ ഈ കോഴ്സുകളെ കുറിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. അവസാനം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി എന്നെ ബന്ധപ്പെടാം. പഞ്ചകർമ്മ അസിസ്റ്റന്റ് കോഴ്സ്, DLED എന്ന് പറഞ്ഞാൽ ഭാഷാധ്യാപകരാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട, ചെറിയ UP-LP സ്കൂളുകളൊക്കെ ഭാഷാധ്യാപകരാവാൻ ചെയ്യേണ്ട കോഴ്സാണ് DLED. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, വളരെ നല്ല ഒരു ചാൻസ് ഉള്ള ഒരു വിഭാഗമാണത്. അതുപോലെ ഫുഡ് പ്രൊഡക്ഷനിലെ ഡിപ്ലോമ, അതുപോലെ സിഫ്നെറ്റ്, അതുപോലെ സിപ്പറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ കോഴ്സാണ്. NTTF പോളിടെക്നിക്കിനെയും ITIയെയും പോലെയുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും അവരുടെ കോഴ്സുകൾക്ക് വലിയ വാല്യൂ ഉണ്ട് NTTF. അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ഉണ്ട്. ഫാക്റ്റുമായി നമ്മുടെ എറണാകുളത്തുള്ള കളമശ്ശേരിയിൽ FACT എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ഉണ്ട്. അതുപോലെ നമ്മളെ പെയിന്റിങ്, അതുപോലെ പിന്നെ കൽപ്പണി, പടവ്, ഇതൊക്കെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഗവൺമെന്റിന്റെ കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് IIIC. അതുപോലെ പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് JDC. അതുപോലെ പ്രിന്റിംഗ് ടെക്നോളജി, ഇങ്ങനെ നിരവധി കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഈ കോഴ്സുകളൊക്കെ ആയിട്ട് വളരെയധികം പിന്നെ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് പിന്നെ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് കഴിവുകൾ തന്ന, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഭാഗ്യം സിദ്ധിച്ച ജന്മമാണ് നമ്മളിൽ മിക്കവരുടേതും. അപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ടാണ് ദേശീയ ഫുട്ബോൾ താരമായ അവൾ അന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര തിരിച്ചത്. ആ യാത്രയിൽ ഒരു മോഷ്ടാവ് കടന്നു വരികയും അവളുടെ മാല മോഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. മോഷ്ടാവിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ അവൾ ട്രെയിനിൽ നിന്നും പുറത്തോട്ട് വീണു. അടഞ്ഞു പോകുന്ന കണ്ണുകൾ ഇടയ്ക്ക് തുറന്നപ്പോൾ തന്നെ ലക്ഷ്യമാക്കി മറ്റൊരു ട്രെയിൻ പാഞ്ഞു വരുന്നത് അവൾ കണ്ടു. അപ്പോഴാണ് താൻ വീണ് കിടക്കുന്നത് ഒരു റെയിൽവേ ട്രാക്കിലാണ് എന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കുന്നത്. പാഞ്ഞു വരുന്ന ട്രെയിനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ അവളുടെ ഒരു കാലിലൂടെ ട്രെയിൻ കയറിയിറങ്ങി. തുടർന്ന് മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കിടയിൽ നിരാശ പൂണ്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന അവൾ ഒരു നാൾ ഒരു വാർത്ത ശ്രദ്ധിച്ചു. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവരാജ് സിംഗ് തിരിച്ചു വന്ന് ഇന്ത്യക്ക് വേണ്ടി അത്യുഗ്രൻ സെഞ്ചുറി നേടിയ വാർത്തയായിരുന്നു അത്. അന്ന് മുതൽ പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കാൻ അവൾ പഠിച്ചു. 2 വർഷത്തിന് ശേഷം മുറിഞ്ഞുപോയ കാലിന്റെ സ്ഥാനത്ത് ഒരു ഇരുമ്പ് ദണ്ട് പോലെ ഉള്ള കൃത്രിമക്കാൽ വെച്ച് അവൾ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ മുത്തമിട്ടു. മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായ ആ മനുഷ്യജന്മത്തെ നമുക്ക് വിളിക്കാം അരുണിമ സിൻഹ.
ലോകത്തെ 7ഓളം കൊടുമുടികൾ കീഴടക്കിയ ഉരുക്കു വനിത. 2014 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. എന്ത് ഇല്ല എന്നല്ല, എന്തുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നേറുക. അത് നമുക്ക് കരുത്തു നൽകും, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത്. മക്കളെ, ഈ പറയുന്ന സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ പിന്നെ നിരവധി അവസരങ്ങളെക്കുറിച്ച് നമ്മളവിടെ പറയുകയുണ്ടായി. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾ അവസരങ്ങളിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു യഥാർത്ഥ ഭാഗ്യവാനാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭാഗ്യം ഒരു നാൾ ആകാശത്ത് നിന്ന് പൊളിഞ്ഞു വീഴുന്ന ഒരു സംഭവമല്ല. നിങ്ങളുടെ കൃത്യമായ തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾ നിങ്ങളൊരു അവസരത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഭാഗ്യവാനായിട്ട് മാറുന്നത്. അപ്പൊ കൃത്യമായി തയ്യാറെടുക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക, നല്ലൊരു കരിയറിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. ഫോൺ നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൾ.